രുദ്രപ്രണയം. രചനാവതരണം നന്ദു അച്ചുകൃഷ്ണ. അമ്മ അമ്മ ഇതെന്തൊക്കെയാ പറയുന്നെന്ന് വല്ല ബോധവുമുണ്ടോ? അമ്മേ, അതൊരു ടീച്ചർ കൊച്ചാണ്. ആ പെണ്ണിനാണോ 10ാം ക്ലാസ് തോറ്റ ഇങ്ങ് ഓണം കേറാൻ മൂലയിൽ കിടക്കുന്ന എന്നെ പോലൊരു കൃഷിക്കാരൻ? ചാടിത്തുള്ളി മുന്നിൽ നിൽക്കുന്ന സുമിത്ര ചോദിക്കുമ്പോൾ മഹാദേവൻ നിന്ന് വിറയ്ക്കുകയായിരുന്നു. മഹി, മോനെ, അമ്മ പറയുന്നൊന്ന് കേക്ക്. ശ്രീധരൻ ചേട്ടന് നിന്നെയും ഈ കുടുംബത്തെയും പറ്റിയൊന്നും അറിയാതെ അല്ലല്ലോടാ. ദേ അമ്മേ, ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ആരാണോ ഈ കല്യാണാലോചന മുന്നോട്ട് കൊണ്ടുവന്നത് അവരോട് തന്നെ പറഞ്ഞേക്ക് എനിക്കിതിലൊന്നും ഒട്ടും താല്പര്യമില്ലെന്ന്. ഒന്നും കൂടി അവരോട് ചാടിക്കടിച്ചുകൊണ്ട് അവൻ മുന്നിൽ നടക്കാൻ പോയതും സുമിത്ര ഓടി വന്ന് മകന്റെ കയ്യിൽ വട്ടം ചുറ്റി പിടിച്ചു. എന്റെ പൊന്നു മഹി, എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ വെട്ടൊന്ന് തുണ്ടവനുണ്ടെന്ന് പറഞ്ഞ് നിൽക്കാതെ അമ്മ പറയുന്നത് അമ്മയുടെ പൊന്നുമോനൊന്ന് കേൾക്കടാ. അവര് അനുനയത്തിന്റെ പാതയിലെത്തി. ദേ അമ്മേ, അമ്മ ഈ പറഞ്ഞതല്ലാതെ വേറെന്തെങ്കിലും അമ്മയ്ക്ക് എന്നോട് പറയാനുണ്ടോ? ദയനീയമായിട്ടുള്ള അവരുടെ പറച്ചിൽ കേട്ടു നിന്നെങ്കിലും അവന്റെ ചോദ്യം അതായിരുന്നു. മോനെ, ആദ്യം നീ ദേഷ്യം ഒന്ന് അടക്ക്. എന്നിട്ട് അമ്മ പറയുന്നത് എന്റെ കുഞ്ഞ് സമാധാനത്തിൽ ഒന്ന് കേൾക്ക്. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവരവനെ വലിച്ചു പിടിച്ച് കറ്റ കൂട്ടി വെച്ചിരിക്കുന്നതിന്റെ സൈഡിലെ പാറക്കല്ലിലേക്ക് ഇത്തിരി ബലത്തിൽ പിടിച്ചിരുത്തി. ഇന്നാണ് പാടത്തെ കൊയ്ത്തു തീർന്നത്. ഉച്ച കഴിഞ്ഞ് തീർന്നപ്പോൾ തന്നെ അവൻ പണിക്കാരനെ കറ്റ ചവിട്ടിക്കൂട്ടാനും മറ്റു കാര്യങ്ങൾക്കുമായി പറഞ്ഞുവിട്ടു. അങ്ങനെ പണിക്കാരും മറ്റുള്ളവരും മാറി എന്ന് തോന്നിയപ്പോഴാണ് സുമിത്ര പതിയെ മഹിയോട് കല്യാണക്കാര്യം പറയാൻ വേണ്ടി തുടങ്ങിയത്. അല്ലെങ്കിൽ ചെറുക്കന്റെ ഒച്ചപ്പാടിലും ബഹളത്തിലും ആ നാട്ടിലുള്ളവർ മൊത്തം ഒരു നിമിഷം കൊണ്ട് കാര്യം അറിയുമെന്ന് മോനെ നന്നായി അറിയുന്ന അമ്മയ്ക്ക് അറിയാതെ ഇല്ലല്ലോ. അങ്ങനെ എല്ലാവരും ഒഴിഞ്ഞൂന്ന് തോന്നിയപ്പോൾ ഇത്തിരി തഞ്ചത്തിൽ അവനോട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയതാണ് സുമിത്ര. പക്ഷെ കാര്യം മുഴുവൻ കേൾക്കും മുന്നേ തന്നെ അവൻ ഉറഞ്ഞു തുള്ളിയിരുന്നു. അല്ല, അവൻ പറയുന്നതിലും കാര്യമുണ്ട്. കാര്യം ടൗണിൽ ജനിച്ചു വളർന്നു പഠിച്ച ഒരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറായി ജോലി ചെയ്യുന്ന ഒരു പെണ്ണിന് ഇങ്ങ് ഓണം കേറാൻ മൂലയായ താന്നിക്കരയിലുള്ള ചെറുക്കൻ, അതും കൃഷിക്കാരൻ. ദിവസം 2 ബസ് മാത്രമാണ് ഇവിടുന്ന് ടൗണിലേക്ക്. അത്രയും വാഹന സൗകര്യം തന്നെ കുറവ്. ഇവിടെയുള്ള 3/4 പേരും ജീപ്പും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയ്ക്ക് പോലും ഉപയോഗിക്കുന്നത്. അതൊക്കെ പോട്ടേന്ന് വെക്കാം. എന്നാലും ഇത്രയും പഠിച്ച് ടീച്ചറായ ഒരു പെണ്ണിന് 10ാം ക്ലാസ് തോറ്റ ഒരു ചെറുക്കൻ എങ്ങനെയാ? സ്വാഭാവികമായും സുമിത്രയ്ക്കും ഈ സംശയങ്ങളൊക്കെ ആലോചന കേട്ടപ്പോൾ തന്നെ തോന്നിയതാണ്. പക്ഷേ കൃഷ്ണൻ ചേട്ടന്റെ കൂട്ടുകാരനോട് അതങ്ങോട്ട് തുറന്നു ചോദിക്കാൻ വയ്യ. കാരണം ഭർത്താവ് മരിച്ച് ആകെ ഒറ്റപ്പെട്ടു നിന്നപ്പോൾ കുടുംബക്കാരും ചേർച്ചക്കാരും ഒഴിവാക്കി വിട്ട നേരത്ത് ഈ ശ്രീധരൻ ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് തന്നെയും മകനെയും താങ്ങി നിർത്താൻ. അന്ന് അദ്ദേഹം കാശ് മുടക്കി വാങ്ങിയിട്ട കൃഷിസ്ഥലങ്ങളാണ് പിന്നീട് മഹാദേവൻ എന്ന ഒറ്റ ഒരാളുടെ കഷ്ടപ്പാടും കൊണ്ട് ഇന്ന് ഈ നാട്ടിലെ പകുതിയിലേറെ പാടങ്ങൾ അവന് സ്വന്തമാക്കി മാറ്റിയത്. കാര്യം പഠിക്കുന്ന കാലത്ത് മറ്റുള്ള പിള്ളേരെക്കാളും ബുദ്ധിയും വിവരമൊക്കെ അവൻ ഉള്ളവനായിരുന്നു. പക്ഷെ പഠിക്കാൻ നടന്നാൽ അമ്മ പട്ടിണിയാകും എന്നുള്ള ചിന്ത വന്നതും 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാതെ അവൻ അതുവരെ ഇടയ്ക്കും മുറയ്ക്കും ജോലി ചെയ്തുകൊണ്ടിരുന്ന കൃഷിപ്പണിയിലേക്ക് പൂർണ്ണമായി അങ്ങ് ഇറങ്ങി. അതുകൊണ്ട് 10ാം ക്ലാസ് തോറ്റെങ്കിലും അവൻ ജീവിതത്തിൽ അവിടുന്ന് മുതൽ ജയിച്ചു കയറുകയായിരുന്നു. അന്ന് 10ാം ക്ലാസ് എഴുതാത്തതിന് ശ്രീധരൻ മാമൻ ഒരുപാട് വഴക്ക് പറഞ്ഞെങ്കിലും അവൻ അവന്റെ നിർബന്ധത്തിൽ ഉറച്ചു നിന്നപ്പോൾ അദ്ദേഹവും ഒപ്പം നിന്നിട്ടേയുള്ളൂ. ആ ആളാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു കല്യാണാലോചനയുമായി മുന്നിട്ട് വന്നിരിക്കുന്നത്. വേറെ ആരോടായിരുന്നുവെങ്കിലും മഹിയുടെ സ്വഭാവം വെച്ച് ഒരു ഇഷ്ടക്കേട് പറയാമായിരുന്നു. പക്ഷേ ആളിപ്പോൾ ആലോചിച്ചിരിക്കുന്നത് സ്വന്തം മകൾക്ക് വേണ്ടി തന്നെയാണ്. എങ്ങനെയാ വേണ്ടെന്ന് പറയുക? അതുകൊണ്ട് തന്നെ മഹിയോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞാണ് ഫോൺ വെച്ചത്. കഴിഞ്ഞ 3-4 ദിവസമായി അവൻ കൊയ്ത്തിന്റെയും മറ്റു കാര്യങ്ങളുടെയും പുറകിലായതുകൊണ്ട് തഞ്ചത്തിൽ അവനോട് കാര്യം പറയാൻ സുമിത്രയ്ക്ക് സമയം കിട്ടിയില്ല. ശ്രീധരൻ ചേട്ടനാണെങ്കിൽ എന്നും ഇതറിയാൻ വേണ്ടി വിളിക്കുമ്പോൾ നിന്ന് പിഴയ്ക്കാൻ താൻ പെടുന്ന പാട് തനിക്കും ഭഗവാനും മാത്രമേ അറിയൂ. അവരൊന്ന് നെടുവീർപ്പെട്ടു. അങ്ങനെ ഇന്നലെ അത്രയും കാര്യത്തോടെ ആള് വിളിക്കുമ്പോൾ ഇന്ന് കൊയ്ത്ത് തീരുമ്പോൾ ഉറപ്പായും അവനോട് ഇതിനെപ്പറ്റി സംസാരിക്കാമെന്നും നല്ലൊരു തീരുമാനം അറിയിക്കാം എന്നും പറഞ്ഞ് ആൾക്ക് സമാധാനം കൊടുത്താണ് താൻ ഫോൺ വെച്ചത്. പക്ഷെ അന്നങ്ങനെ ഒരു ആലോചന വന്നതിന് ശേഷം ഈ നിമിഷം വരെ താൻ മനസമാധാനത്തിൽ ഇരുന്നിട്ടില്ലെന്ന് ആരോടാ പറയുക? മഹാദേവന് കല്യാണപ്രായം കഴിഞ്ഞിട്ട് പിന്നെയും വർഷങ്ങളാവുന്നു. ഇപ്പൊ തന്നെ വയസ്സ് 33 കഴിഞ്ഞു. ശ്രീധരേന്റെ പെണ്ണിന് വെറും 24. ഏകദേശം 9 വയസ്സിന്റെ വ്യത്യാസം. അത് പോട്ടെന്ന് വെക്കാം. പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ ചേർച്ചക്കേട് അതെങ്ങനെ മറച്ചു വെക്കും? എന്തൊക്കെയോ പഠിച്ചു നിന്നിട്ട് ഇപ്പോഴെങ്ങാണ്ടാണെന്ന് പോലും കൊച്ചൊരു ജോലിക്ക് കയറിയത്.
കാര്യം അവന് പെണ്ണ് കെട്ടുന്നതിനോട് വിജയിപ്പൊന്നുമില്ലെങ്കിലും അവന് അവന്റേതായ ചില തീരുമാനങ്ങളും നിർബന്ധ ബുദ്ധികളും ഉണ്ട്. അതിൽ ആദ്യത്തെ തന്നെ പെണ്ണ് സ്വന്തം നാട്ടുകാരിയാവണം എന്നുള്ളതായിരുന്നു. പിന്നെ വലിയ പഠിപ്പും കാര്യമൊന്നുമില്ലെങ്കിലും അവന് പ്രശ്നമില്ല. സ്ത്രീധനം, കിട്ടാപ്പോര് ഇതൊന്നും അവനൊരല്പം പോലും താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. ആകെ അവൻ ആഗ്രഹിക്കുന്നത് ഒരു കൃഷിക്കാരനായ തന്നെ മനസ്സ് തുറന്ന് സ്നേഹിക്കുകയും തന്നെയും തന്റെ അമ്മയും ഇവിടുത്തെ രീതികളും ചിട്ടവട്ടവും ഒക്കെ കണ്ട് ഒപ്പം നിൽക്കുന്നവളുമായിരിക്കണം പെണ്ണ് എന്നായിരുന്നു അവന്റെ ഒരു കല്യാണ സങ്കല്പം തന്നെ. പക്ഷെ ഇപ്പോ വന്നിരിക്കുന്ന ഈ ആലോചന അവൻ ഈ പറയുന്ന ഒരൊറ്റ കാരണങ്ങൾ കൊണ്ടും സാധൂകരിക്കാൻ പറ്റുന്നതല്ല. ഒക്കെ അറിഞ്ഞിട്ടും ശ്രീധരൻ ചേട്ടനോടുള്ള അവരുടെ നന്ദി എന്ന പോലെയാണ് ഇത്തിരി മുന്നേ മഹാദേവനോട് അവർ കാര്യങ്ങൾ പറഞ്ഞതുപോലും. പക്ഷെ അത് കേട്ടതുമല്ല, അവൻ വെളിച്ചപ്പാടിനെ പോലെയാണ് തുള്ളാൻ തുടങ്ങിയത്. കാര്യം ശ്രീധരൻ മാമനോട് കടപ്പാടും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിക്കുക എന്നത് മഹിയെ കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നുള്ളത് ശരിക്കും കാര്യമായിട്ടുള്ള കാര്യമായിരുന്നു. അല്ലെങ്കിലും ഒരു ടീച്ചർക്ക് എങ്ങനെ ഒരു കൃഷിക്കാരൻ ചേരും? മഹിയെ അടക്കാൻ വേണ്ടി പല കാരണങ്ങൾ സുമിത്ര നിരത്തിയെങ്കിലും ഒന്നിലും അവനെ തളച്ചിടാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനം നിവൃത്തിയില്ലാതെ അന്ന് രാത്രി ശ്രീധരന്റെ ഫോൺ വന്നപ്പോൾ മുക്കിയും മൂളിയും സുമിത്ര അവൻ എന്തൊക്കെയോ ഇഷ്ടക്കേടുള്ള കാര്യം ഒന്ന് പറഞ്ഞു വെച്ചു. അന്ന് വല്ലാത്തൊരു സങ്കടത്തോടെയാണ് പാവം ശ്രീധരൻ ഫോൺ വെച്ചത്. ശ്രീധരൻ ചേട്ടന് ഭയങ്കര സങ്കടായി കേട്ടോ മഹി. അത്താഴത്തിന് കഞ്ഞി കുടിക്കാനിരുന്നവന്റെ മുന്നിലേക്ക് അത് വിളമ്പിക്കൊടുത്തുകൊണ്ട് ഇത്തിരി ദേഷ്യത്തോടെയും സങ്കടത്തോടെയാണ് സുമിത്ര അത് പറഞ്ഞത്. പക്ഷേ അവൻ അതിനൊന്ന് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. അമ്മേ, ഇന്ന് ഇത്തിരി സങ്കടം മാമന് തോന്നിയാലും നാളെ ഇതായിരുന്നു നല്ലതെന്ന് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായിക്കോളും. എത്രയൊക്കെ ആയാലും ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും അമ്മേ. അദ്ദേഹത്തിന്റെ മകൾക്കൊന്നും ഒരിക്കലും ഇവിടവുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വെറുതെ എന്തിനാമേ വേലിയിലിരിക്കുന്ന പാമ്പിനെ എടുത്ത് കഴുത്തിലിടുന്നത്? മകൻ പറയുന്നതൊക്കെ സത്യമാണെങ്കിലും ഫോണിലൂടെ കേട്ട അദ്ദേഹത്തിന്റെ സങ്കടം നിറഞ്ഞ മൂളൽ കാതിൽ മുഴങ്ങുന്നത് കൊണ്ട് തന്നെ സുമിത്ര അന്ന് അത്താഴപ്പട്ടിണിയായിരുന്നു. പിറ്റേന്ന് വെളുപ്പിനെ കൈതാരത്തെ ഉണർത്തിയത് ഹാളിലിരുന്ന ഫോണിന്റെ മുഴക്കമാണ്. എന്നും അലാറം പോലും വെക്കാതെ വെളുപ്പിനെ 4 മണിക്ക് ഉണരുന്നവൻ അന്ന് അതിന്റെ ശബ്ദത്തിൽ ഓടി വന്ന് ഫോൺ എടുക്കുമ്പോൾ കേൾക്കുന്നത് ശ്രീധരൻ മാമന് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി വേഗം തന്നെ കാണണം എന്ന് വിളിക്കുന്ന ഉമയമ്മയുടെ ശബ്ദമായിരുന്നു. അവൻ ഞെട്ടിപ്പോയി. പേടിച്ചരണ്ട് നിന്നവന്റെ അടുത്തേക്ക് വന്ന സുമിത്ര കാര്യം തിരക്കിയതും അവൻ ശ്രീധരൻ മാമന് വയ്യ എന്നു മാത്രം പറഞ്ഞു. കുറച്ചുനേരം വേണ്ടി വന്നു അവർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവാൻ. പക്ഷെ ഒന്ന് നോർമലായതും അവർ മകനെ കത്തുന്ന മിഴികളാൽ നോക്കി. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് നീ ഒറ്റ ഒരാളാണ് മഹി കാരണം. ദൈവത്തെ മുറുക്കി പിടിച്ചുകൊണ്ട് വേണം നീ അവിടേക്ക് പോകാൻ. കാരണം അവിടെ ചെല്ലുമ്പോൾ കേൾക്കുന്ന വാർത്ത മോശമാണെങ്കിൽ പിന്നെ നിന്നോട് അമ്മയെ ജന്മം പൊറുക്കില്ല. നേരിയതിന്റെ തുമ്പുകൊണ്ട് പുറത്തേക്ക് വരാൻ തുടങ്ങിയ വിതുമ്പലടക്കി അവരത് പറഞ്ഞതും മഹി വല്ലാതെ ഞെട്ടിപ്പോയി. അമ്മേ, സംസാരം വേണ്ട മഹി. പറഞ്ഞുകൊണ്ട് അമ്മ തിരിഞ്ഞു നടന്നതും മഹാദേവൻ വല്ലാത്തൊരവസ്ഥയിൽ 1-2 നിമിഷം കൂടി നിന്നു. പിന്നെ ധൃതിയിൽ ഡ്രസ്സ് മാറി പുറത്തു കിടക്കുന്ന ജീപ്പിൽ അവൻ വേഗത്തിൽ റോഡിലേക്ക് കയറുമ്പോൾ പൂജാമുറിയിലിരുന്ന് സഹോദരന്റെ പ്രാണന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു സുമിത്ര. റോഡിലെ തിരക്കില്ലായ്മയും ഉള്ളിലെ വെപ്രാളവും 6 മണിക്കൂറിന് മുകളിൽ വഴിദൂരമുള്ളത് വെറും 4 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കി ഹോസ്പിറ്റലിലെത്തി. വണ്ടി ഒതുക്കി ധൃതിയിൽ റിസപ്ഷനിലേക്ക് പാഞ്ഞ് കാര്യങ്ങൾ തിരക്കി അവൻ ചെല്ലുമ്പോൾ ഐസിയുവിന് മുന്നിൽ ഒരു കൂട്ടം ആൾക്കാരെ കണ്ടു. അതിൽ അവന്റെ കണ്ണുകൾ തേടിയത് ഉമയമ്മയായിരുന്നു. കരഞ്ഞു കരഞ്ഞ് അവശയായി ഒരു മൂലയിലിരിക്കുന്നവരുടെ അടുത്തേക്ക് അവൻ ഓടിച്ചെന്നു. അവനെ കണ്ടതും മോനെ മഹി എന്ന് പറഞ്ഞ് ആ അമ്മ അവന്റെ നെഞ്ചിലേക്ക് വീണു. തൊട്ടിപ്പുറത്ത് കരഞ്ഞ കലങ്ങുങ്ങിയ കണ്ണുമായി ആ ഡിഗ്രിക്കാരനെ അവൻ വലതു കൈയാലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ശ്രീധരൻ മാവന് 2 മക്കൾ, മൂത്തത് മകളും ഇളയത് മകനും. പെണ്ണിന്റെ പേര് ഓർമ്മയില്ല, അവരെന്തൊക്കെയോ ചെല്ലപ്പേര് വിളിച്ച് കേൾക്കാറുണ്ട്. മോൻ, അവൻ രാഹുൽ. തന്നെ ചെറുക്കന് വലിയ കാര്യമാണ്. ശ്രീധരൻ മാവന്റെ അനിയത്തി ശോഭ കുഞ്ഞമ്മയ്ക്ക് മക്കൾ ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിലെ മുതൽ ആ പെൺകുഞ്ഞിനെ നോക്കുന്നതും വളർത്തുന്നതും ഒക്കെ അവരാണ്. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴുമുള്ള യാത്രയിൽ ഒരിക്കലും അവളെ താൻ കണ്ടിട്ടില്ല. ആകെ കണ്ടിട്ടുള്ളതും പരിചയപ്പെട്ടുള്ളതും ഒപ്പം നടന്നിട്ടുള്ളതും ശ്രീധരൻ മാമനെയും ഉമയമ്മയും രാഹുലിനെയുമാണ്. അതുകൊണ്ട് തന്നെ അവരോട് 3 പേരോടുമാണ് ആത്മബന്ധവും. എന്താ മോനെ, എന്തു പറ്റി മാമന് പെട്ടെന്ന്? തന്റെ നെഞ്ചിൽ കിടന്ന് കരയുന്ന ഉമയമ്മയെ ആ കസേരയിൽ ഇരുത്തിക്കൊണ്ട് അവൻ രാഹുലിനായി ചോദിച്ചു. അതിന്നലെ അച്ഛനും ചേച്ചിയുമായി. രാഹുൽ ബാക്കി പറയാൻ അനുവദിക്കാതെ ഉമയമ്മ അവനെ തടഞ്ഞു.
കാര്യമൊന്നും കൃത്യമായി മനസ്സിലായില്ലെങ്കിലും എന്തോ ഒരു വലിയ പ്രശ്നത്തിന്റെ ബാക്കി പത്രമാണ് അകത്ത് കിടക്കുന്ന മാമൻ എന്ന് മാത്രം അവന് മനസ്സിലായി. പിന്നെ അങ്ങോട്ട് എല്ലാവരും ഒരു കാത്തിരിപ്പായിരുന്നു. അതിനിടയിൽ ആരൊക്കെയോ വരുന്നു പോകുന്നു, എന്തൊക്കെയോ പറയുന്നു എന്നല്ലാതെ മഹാദേവന്റെ കണ്ണും മനസ്സുമെല്ലാം രാഹുലിന്റെ ഒപ്പം ഉമയമ്മയിലും തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ അല്ലാതെ മറ്റാരെയും അവൻ കണ്ടില്ല. ആ ഒരു ദിവസം കടന്നുപോയതും വന്നവരിൽ 3/4 പേരും പിറ്റേ ദിവസം അവിടെ ഉണ്ടായില്ല. അന്ന് വൈകുന്നേരമായപ്പോൾ പിന്നെ പലരും വിവരം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞറിയിച്ചാൽ മതി എന്ന് രാഹുലിനെ ഏൽപ്പിച്ച് സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. അവസാനം ആ ദിവസം രാത്രിയാകുമ്പോൾ ഐസിയുവിന്റെ മുന്നിലെ കസേരകളിൽ ഇരിക്കാൻ ഉമയമ്മയും രാഹുലും മഹിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയായതും ഉമയമ്മ അവിടെ രാഹുലിനടുത്തിരിക്കുന്ന മഹിയുടെ അടുത്തെത്തി. മോനെ മഹി, ഇതിനകത്ത് നിന്നും ശ്രീധരനെ എപ്പോ പുറത്തിറക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. മോനും പൊക്കോളൂ, അമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ. ഒരു ദിവസം മുന്നേ ആളും വേവലാതികളും നിറഞ്ഞു നിന്നിടത്ത് ഇന്നിപ്പോൾ അവർക്കൊപ്പം മഹി മാത്രമേ ഉള്ളൂ എന്ന് കണ്ട് ഉമയമ്മ അവന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. അതൊന്നും സാരമില്ല, ഞാൻ അവിടെ ഇല്ലെങ്കിൽ 9 പേര് കാണും അമ്മയ്ക്ക് കൂട്ടായി ആ വീട്ടിൽ. ഗ്രാമപ്രദേശമല്ലേ, അതിന്റെ നന്മ എല്ലാവരിലും ആവോളമുണ്ട്. ഇപ്പൊ അമ്മ അതൊക്കെ കളഞ്ഞിട്ട് എന്റെ ഒപ്പം വന്നേ. മോനെ ഞാൻ വരുന്നവരെ നീ ഇവിടെ കാണുമല്ലോ അല്ലേടാ. അല്പം മുന്നെയാണ് രാഹുലിനെ കൊണ്ടുപോയി ആഹാരം വാങ്ങിക്കൊടുത്ത് മഹി തിരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ അവനെ നോക്കി തലയാട്ടി. അത് കണ്ടതും അവരെ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അമ്മയെ നിർബന്ധിച്ച് ക്യാൻറ്റീനിലേക്ക് കൊണ്ടുപോയി. മോന് കഴിക്കാനൊന്നും വേണ്ടേ? മുന്നിലത്തെ ദോശ വായിൽ വെക്കും മുന്നേ ഉമ ചോദിച്ചു. ഞാൻ രാഹുലിന്റെ ഒപ്പം കഴിച്ചായിരുന്നു അമ്മേ. അത് കേട്ടതും അവൻ എങ്ങനെയൊക്കെയോ ഒരു ദോശ കഴിച്ച് എഴുന്നേൽക്കാൻ പോയതും മഹി അവരെ പിന്നെയും നിർബന്ധിച്ചു. ഒന്നും ഇറങ്ങില്ല മോനെ, ഒരു വശത്ത് ഭർത്താവും ഇപ്പുറത്ത് മോളുമല്ലേ. വിതുമ്പിക്കൊണ്ട് ആ അമ്മ പറഞ്ഞതും മഹിയുടെ കണ്ണുകൾ സംശയത്തിൽ ചുരുങ്ങി. ഇന്നലെ ഇവിടെ വന്നപ്പോൾ മുതൽ പലപ്പോഴും ചോദിക്കാൻ തുടങ്ങി ബാക്കി വെച്ച ചോദ്യമായിരുന്നു ശ്രീധരൻ മാമൻ ഇത്രയും പ്രശ്നം വന്നിട്ടും മകൾ എവിടെയെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഉമയമ്മ പറയുന്ന കേൾക്കുമ്പോൾ അവന്റെ മുഖം ഒന്ന് ചുരുങ്ങി. അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അവർ കണ്ണു ചുരുക്കി ചോദിച്ചതും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. രുദ്ര, അവൾ ഇവിടെയുണ്ട്. രുദ്രയോ? അവന്റെ കണ്ണു ചുരുങ്ങി. രുദ്രായണി, ഞങ്ങളുടെ മൂത്ത മകൾ. കഴിഞ്ഞ ദിവസം അവളും ശ്രീധരേനും തമ്മിൽ ഒരു വാക്കുതർക്കം. ആള് പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാകും പെണ്ണ് ഒരബദ്ധം കാണിച്ചു. അപ്പോഴേക്കും ആ അമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അബദ്ധം എന്ന് പറയുമ്പോൾ? അവന്റെ ശബ്ദം വിറച്ചു. അവള് കയ്യിലെ മഹി അറിയാതെ നെഞ്ചിൽ കൈവച്ചുപോയി. എന്നിട്ട് ഇത്തവണ അവന്റെ ശബ്ദം വല്ലാതെ ഉയർന്നു പോയിരുന്നു. മുറിവ് അധികം ആഴത്തിലൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. പക്ഷേ അത് കണ്ടുവന്ന അദ്ദേഹം. പിന്നെയും ഒഴുകിയിറങ്ങുന്ന അമ്മയുടെ കണ്ണുനീരിൽ അവന് ഇന്നുവരെ കാണാത്തവളോട് ദേഷ്യം തോന്നി തുടങ്ങി. എന്തായിരുന്നു അവർ തമ്മിലുള്ള വാക്കുതർക്കം എന്ന് ചോദിക്കാൻ പോയവന്റെ മനസ്സിലേക്ക് അറിയാതെ ഉയർന്നു വന്ന സംശയം അവനെ ആ ചോദ്യം ചോദിക്കുന്നതിന് വിലക്കി. ഇനിയിപ്പോൾ അമ്മ അത് തന്നെയാണ് കാരണമെന്ന് പറഞ്ഞാൽ അറിയാതെയാണെങ്കിലും അകത്ത് കിടക്കുന്ന ആ മനുഷ്യന്റെ അവസ്ഥയിൽ താനും ഒരു പങ്കാളിയായി പോകുമോ എന്നവൻ ആ നിമിഷം അറിയാതെ ഭയപ്പെട്ടുപോയി. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അവൻ അത് ചോദിച്ചില്ല. രാത്രി ഡോക്ടറെ കാണുന്നേരം പിറ്റേന്ന് റൂമിലേക്ക് അദ്ദേഹത്തെ ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ള വാർത്തയിൽ അവർ 3 പേരും ഒന്ന് ആശ്വസിച്ചു. ആ നേരത്താണ് ഉമയമ്മയുടെ അനിയത്തിയും ഭർത്താവും അവിടേക്ക് വന്നത്. മോള്. അവരെ അവിടെ കണ്ടതും വല്ലാത്തൊരു ആദിയോടെ അവർ തിരക്കി. ചേട്ടന്റെ പെങ്ങളുണ്ട് അവിടെ, ശ്രീധരേട്ടൻ. നാളെ മുറിയിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. പിന്നെ അവരൊക്കെ സംസാരിക്കുന്ന നേരം മഹി മനഃപൂർവ്വമായി അവിടെ നിന്ന് മാറി. പിന്നെ കയ്യിലെ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു. ഇതിനിടയിലാണ് രാഹുൽ അവനടുത്തേക്ക് ചെന്നത്. നീ ഇതുവരെ നിന്റെ പെങ്ങളെ കാണാൻ പോയില്ലേ? ഫോൺ വെച്ച് തിരിഞ്ഞവൻ അടുത്തു നിൽക്കുന്നവനെ കണ്ടതും ആദ്യം ചോദിച്ചത് അതായിരുന്നു. ഈ 2 ദിവസത്തിൽ അമ്മ ചിലപ്പോഴൊക്കെ താഴേക്ക് പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും അവൻ അച്ഛനെ വിട്ടു പോകുന്ന കണ്ടിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. ഞാൻ പോകില്ല. ചേച്ചിയുടെ വാശിയും അഹങ്കാരവും കാരണം അച്ഛനിപ്പോൾ. അവന്റെ തൊണ്ടയിടറി. ഇന്ന് വരെ അച്ഛൻ ഞങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യവും നിർബന്ധിച്ച് ചെയ്യിച്ചിട്ടില്ല. ആ അച്ഛൻ ഇപ്പോൾ ഇത്രയും നിർബന്ധിച്ച് ചേച്ചിയോട് മഹിയേട്ടനെ കെട്ടാൻ പറഞ്ഞെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടെന്ന് ചേച്ചിക്ക് ഊഹിച്ചുകൂടെ? മനസ്സിലെ സംശയം സത്യമായി ഭവിച്ചതറിഞ്ഞതും അറിയാതെയാണെങ്കിലും മഹി ഒന്ന് വിളറി. അല്ല, അച്ഛൻ ഇങ്ങനെ പേടിക്കുന്നതിന്റെ കാരണം ചേച്ചിക്കും അറിയാലോ. എന്നിട്ടാ
ദേഷ്യം വന്നവൻ മുഷ്ടി ചുരുട്ടി പറയുന്ന കേട്ടതും മഹിയുടെ മനസ്സിലും എന്തൊക്കെയോ സംശയങ്ങൾ ഉടലെടുത്തു. എന്ത് കാരണമാ രാഹുൽ? ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല മഹാദേവന്. പക്ഷേ അങ്ങനെ ആ ചോദ്യം കേട്ടപ്പോഴാണ് താൻ ഈ നേരം കൊണ്ട് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞതെന്ന് രാഹുലും ചിന്തിക്കുന്നത്. അത് പിന്നെ മഹിയേട്ട, കള്ളം എന്തെങ്കിലും പറയാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് സത്യം അറിയണ്ട രാഹുൽ. അവന്റെ പതറിച്ചയും വെപ്രാളവും കണ്ടതും രാഹുലിനെ തടഞ്ഞുകൊണ്ട് മഹി തിരിഞ്ഞു നടക്കാൻ പോയതും രാഹുൽ അവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി. ഞാൻ ഞാൻ പറയാം. പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ ചേട്ടൻ ഒരിക്കലും എന്റെ ചേച്ചിയെ അച്ഛനെയും തെറ്റായി കാണരുത്. അത് കേട്ടതും അവന്റെ നെറ്റിയൊന്ന് ചുരുങ്ങി, കണ്ണുകൾ ചെറുതായി. കയ്യും കെട്ടി തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും ഇത്തിരി പേടിയോടെയാണെങ്കിലും രാഹുൽ പറഞ്ഞു തുടങ്ങി. ഇതിനു മുന്നേ ചേച്ചിയുടെ കല്യാണം ഏതാണ്ടൊക്കെ ഉറപ്പിച്ച പോലെ ആയതാണ്, ചേച്ചിയുടെ ഇഷ്ടത്തോടെ തന്നെ. പക്ഷെ അത് മുടങ്ങി. കാരണം ചേച്ചിക്ക് പഠിക്കുന്ന കാലം മുതൽ ഒരു ഫ്രണ്ട് ഉണ്ട്, അനുചേച്ചി. അനുചേച്ചിയുടെ മൂത്തതാണ് അഭിലാഷേട്ടൻ. അങ്ങേര് ഒരു പ്രായം മുതൽ ചേച്ചിയുടെ പിന്നാലെയായിരുന്നു. ഒരു വല്ലാത്ത ശല്യം. ആ ശല്യം അങ്ങ് വല്ലാതെ കൂടിയതും അന്നത് പോലീസ് കേസൊക്കെയായി. ഒരു പരിധിവരെ അച്ഛനും അമ്മയും ചേച്ചിയെ ഇവിടെ നിർത്താതെ കുഞ്ഞമ്മയുടെ വീട്ടിൽ കൊണ്ട് നിർത്തിയത് തന്നെ ഇയാളെ പേടിച്ചിട്ടാണ്. പക്ഷെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടി ചേച്ചി ഇവിടെ തിരിച്ചു വന്നപ്പോൾ അതൊക്കെ മറന്നാണ് വന്നത്. പക്ഷെ അയാൾ അതൊന്നും മറന്നില്ലെന്ന് ചേച്ചിയെ കാത്ത് അവസരം നോക്കിയിരിക്കുകയാണെന്ന് മനസ്സിലായതും അന്നത്തെ ഒരു വാക്കുറപ്പേണ്ട സമയത്ത് അയാൾ പെട്ടെന്ന് വീട്ടിലേക്ക് ഇടിച്ചു കയറി വന്ന് കുറെ ഡ്രാമയൊക്കെ കാണിച്ചപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അയാൾക്ക് ചേച്ചിയില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നും ചേച്ചി വേറെ ആരെങ്കിലും കെട്ടിയാൽ ആ കെട്ടുന്നവനെ ചേച്ചിയും എല്ലാം തീരുമാനമാക്കും എന്നൊക്കെ പറഞ്ഞുള്ള ബഹളം കണ്ടതും ആ വന്നവർ പേടിച്ച് കല്യാണത്തിൽ നിന്നും പിന്മാറിയാണ് വീട്ടിൽ നിന്നും പോയത്. അത് പിന്നെയും പോലീസ് കേസായി. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. അയാൾ ഒരു രക്ഷയില്ലാതെ ചേച്ചിയെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കാൻ തുടങ്ങി. പക്ഷെ അതിന്റെയൊക്കെ പരിധി വിട്ടത് അയാൾ ചേച്ചിയുടെ നേരെ മുഖം കരിക്കാനുള്ള ദ്രാവകവുമായി വന്നപ്പോഴാണ്. ഏ, മുഖം പൊള്ളിക്കാനോ? മഹി ഞെട്ടിയ പോലെയാണ് ചോദിച്ചത്. അന്ന് അവിടെ കൂടി നിന്ന ആൾക്കാരുടെ ഇടപെടൽ കൊണ്ട് അങ്ങനെയൊന്നും നടന്നില്ലെങ്കിലും അച്ഛൻ വല്ലാതെ ഭയന്നുപോയി. ആ ഒരു പേടിയിൽ നിന്നും ഉടലെടുത്തതാണ് മഹിയേട്ടനുമായിട്ടുള്ള ചേച്ചിയുടെ കല്യാണാലോചന. എന്തോ ചേട്ടന്റെ കൂടെയാണ് ചേച്ചിയെങ്കിൽ ചേച്ചിക്കൊന്നും വരില്ലെന്ന് അച്ഛൻ അത്രയും വിശ്വസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിയുടെ അഭിപ്രായത്തിൽ ചേച്ചിക്ക് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ട എന്നാണ്. പക്ഷെ ഇപ്പൊ അവൻ പോലീസ് കസ്റ്റഡിയിലാണെങ്കിലും എന്ന് തിരിച്ചു വന്നാലും അവൻ ചേച്ചിയെ ഉപദ്രവിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. പക്ഷെ അവനെ പേടിച്ച് ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ ചേച്ചിക്ക് വയ്യ പോലും. പക്ഷേ അത് മാത്രമല്ല മഹിയേട്ടാ, വേറെ എന്തോ കാരണം കൂടിയുണ്ട് ചേച്ചിയുടെ ഈ പിന്മാറ്റത്തിന് പിന്നിൽ. പക്ഷെ അതെന്താന്ന് ചേച്ചി തുറന്നു പറയുന്നില്ല. എനിക്ക് തോന്നുന്നു അച്ഛനും ആ കാരണം അറിയാമെന്ന്. അച്ഛനും എന്തിനെയൊക്കെ ഭയക്കുന്നുണ്ട്. അതാ വെപ്രാളം പിടിച്ച് മഹിയേട്ടൻ തന്നെ ചേച്ചിയെ കെട്ടണമെന്നുള്ള അച്ഛന്റെ ഈ വാശി. അതിന്റെ വാക്കുതർക്കത്തിനിടയിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ഒക്കെ ചേച്ചി കാരണമാണ്. തന്നെയും പിന്നെയും അത് തന്നെ പറഞ്ഞ് കരയുന്നവനെ മഹി നെഞ്ചോടടക്കി പിടിച്ചു. എന്നാലും എന്താകും ഇവർ രണ്ടുപേരും ഒരുപോലെ ഭയക്കുന്ന കാരണം? മഹിയുടെ മനസ്സൊന്ന് ചിന്തിച്ചു. പിറ്റേന്ന് ഏകദേശം 12 മണിയോടെയാണ് ശ്രീധരനെ മുറിയിലേക്ക് കൊണ്ടുവന്നത്. അകത്തേക്ക് കൊണ്ടുവന്ന് ഡോക്ടർ ചെക്ക് ചെയ്തു പോയതും ഉമ ഓടിപ്പോയി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. രാഹുലിനെയും ഇടതു നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ അയാളുടെ നോട്ടം നന്ദിയോടെ മഹിയുടെ നേരെയായിരുന്നു. എനിക്കൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും വിഷമിക്കാതെ. രുദ്ര, അവൾക്ക് എങ്ങനെയുണ്ട്? പ്രശ്നമൊന്നുമില്ല. മുറിവ് ആഴത്തിലൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിനെ വിഷമിപ്പിക്കാതെ ഉമ്മ പെട്ടെന്ന് കയറി പറഞ്ഞതും അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ആശ്വാസം നിഴലിക്കുന്നതും മഹിയും കണ്ടു. ആ നേരത്താണ് റൂമിന്റെ വാതിൽ ആരോ കൊട്ടുന്നത് കേട്ടത്. മഹി അത് തുറക്കാൻ ചെല്ലുന്നതിന് മുന്നേ വാതിൽ തുറന്നവർ അകത്തേക്ക് വന്നിരുന്നു. ഉമ്മയമ്മയുടെ അനീതിയും ഭർത്താവും. അവരെ കണ്ട് മുഖം മാറ്റാൻ തുടങ്ങുമ്പോഴാണ് പിന്നാലെ പതുങ്ങി നടന്നു വരുന്നവളിലേക്ക് മഹിയുടെ കണ്ണുകൾ ചെല്ലുന്നത്. മുഖം കുമ്പിട്ട് മെല്ലെ നടന്നു വരുന്നവളെ കണ്ടതും അവന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. തല കുനിച്ച് നടക്കുന്നതുകൊണ്ട് തന്നെ മുഖം വ്യക്തമല്ല. പക്ഷെ അവളുടെ പാറിപ്പറന്നു കിടക്കുന്ന മുടി മുക്കാലും ആ മുഖത്തെ മറയ്ക്കുന്നു. ആകെ തളർന്ന് അവശയായി വരുന്നവളെ ഒന്നും കൂടി നോക്കിയതും അവന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയം തോന്നി. അതിനെ സാധൂകരിക്കുന്ന പോലെയായിരുന്നു ഉമയമ്മയുടെ വിളിയും, മോളെ. അത് കേട്ടതും ആ പെൺകുട്ടി മിഴികൾ ഉയർത്തി നോക്കിയതും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളാണ് മഹി കണ്ടത്. രുദ്രമോളെ. ശ്രീധരൻ മാമന്റെ കൂടി വിളി കേട്ടതും ആ പെൺകുട്ടി ഓടി വന്ന് അച്ഛന്റെ നെഞ്ചിലേക്ക് വീണു. ഞാൻ കല്യാണം കഴിച്ചോളാം. അച്ഛൻ ആരെ പറഞ്ഞാലും ഞാൻ കല്യാണം കഴിച്ചോളാം. പ്ലീസ് അച്ഛാ, എന്നെ വിട്ടു പോകല്ലേ.
ഏങ്ങിയുള്ള അവളുടെ കരച്ചിലിനൊപ്പം തന്നെ പാതിയെ മുറിഞ്ഞുള്ള അവളുടെ സംസാരം കേട്ടതും ശ്രീധരന്റെ മുഖം വിടർന്നപ്പോൾ ചുരുങ്ങിപ്പോയത് മഹാദേവന്റെ മുഖമായിരുന്നു. ആ സമയത്താണ് ശ്രീധരനെ കാണാൻ വേണ്ടി സുമിത്രയും നാട്ടിലുള്ളൊരു പയ്യനും കൂടി അവിടേക്ക് വന്നത്. പെട്ടെന്ന് മുന്നിൽ അമ്മയെ കണ്ടതും മഹിയൊന്ന് ഞെട്ടി. അമ്മേ, അമ്മ എന്താ ഇവിടെ? അതുവരെ അവിടെ ആർക്കും ശല്യമാകാതെ ഒരു മൂലയിൽ ഒതുങ്ങി നിന്നവൻ പെട്ടെന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അങ്ങനെ ഒരാളെ രുദ്രയും കാണുന്നത്. തനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ ഇത്രയും നേരം ഈ മുറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള ആശയെങ്കിൽ പെണ്ണ് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ നിന്നും ഉയർന്ന് മുന്നിൽ നിൽക്കുന്നവരെ പകപ്പാടോടെ നോക്കി. അതേസമയം മഹി അമ്മയെ മുന്നിൽ കണ്ടതിന്റെ ഞെട്ടിൽ നിന്നും അപ്പോഴും പുറത്തു വന്നിരുന്നില്ല. അമ്മേ, അമ്മ എന്താ ഇങ്ങോട്ട് വരുന്ന കാര്യം എന്നോട് പറയാതിരുന്നത്? അപ്പോഴും അവന്റെ മുഖത്തൊന്ന് നോക്കിയിട്ട് സുമിത്ര നേരെ ചെന്നത് ശ്രീധരന്റെ അടുക്കലേക്കായിരുന്നു. ഒന്ന് രണ്ട് വാക്കുകളിൽ സുഖവിവരങ്ങൾ തിരക്കി അവർ തിരിഞ്ഞ് മഹാദേവനെ അടുത്തേക്ക് വിളിച്ചു. അമ്മ എന്താണിപ്പോൾ പെട്ടെന്ന് ഇവിടെ വന്നതെന്നോ ഇപ്പോ എന്തിനെ തന്നെ അടുത്തേക്ക് വിളിക്കുന്നതെന്നോ മനസ്സിലാവാതെ അവൻ വല്ലാത്തൊരു വെപ്രാളത്തോടെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. സുമിത്ര, ഇതാണ് എന്റെ മോള് രുദ്ര. അദ്ദേഹത്തിന്റെ കൈക്കരികിലായി കുഴിഞ്ഞ മുഖത്തോടെ വെളുത്ത് കൊള്ളുതിനെ നിൽക്കുന്ന പെൺകുട്ടിയെ ചൂണ്ടി ശ്രീധരൻ പറഞ്ഞതും അവരുടെ കൈകൾ അവളുടെ പാറിപ്പറന്ന മുടിയിഴകളെ കാതിന് പിന്നിലേക്ക് വെച്ചുകൊടുത്ത് ആ കവളിൽ മെല്ലെ ഒന്ന് തഴുകി മാറി. ഒരുപക്ഷെ അത്രയും വാത്സല്യത്തോടെയുള്ള സ്പർശം അറിഞ്ഞിട്ടാകും അവൾ മിഴികൾ ഉയർത്തി അവരെ നോക്കിയത്. തന്റെ കയ്യിൽ പിടിച്ച് പുഞ്ചിരിയോടെ നിൽക്കുന്ന ആ അമ്മയെ കണ്ടതും അവരാ മുഖത്തേക്ക് നോക്കി നിന്നു. എന്ത് കോലാ കുട്ടി, ഇനി ഇതുപോലത്തെ അബദ്ധമൊന്നും കാണിച്ച് അച്ഛനെ അമ്മയും വിഷമിപ്പിക്കരുത് കേട്ടോ. അവളുടെ വലതു കൈയിലെ കെട്ടിലേക്ക് നോക്കി അമ്മ പറഞ്ഞതും അമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള അത്ഭുതമായി പോയി മഹിക്ക്. ആ അത്ഭുതം അവനിൽ നിന്ന് മാറും മുന്നേ തന്നെയാണ് അമ്മയുടെ അടുത്ത പ്രഖ്യാപനം വന്നത്. ഇനിയിപ്പോ നിങ്ങൾ രണ്ടുപേരോടും പ്രത്യേകിച്ച് ഞങ്ങൾ ആരും അഭിപ്രായമൊന്നും ചോദിക്കുന്നില്ല. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ നിങ്ങളുടെ കല്യാണം നടത്താൻ ഞങ്ങൾ അങ്ങ് തീരുമാനിക്കുക. അമ്മയുടെ അഭിപ്രായം കേട്ടതും നിന്നിടത്തെ ഭൂമി നെടുകയിൽ പിളർന്ന് താഴേക്ക് വരും പോലെയാണ് മഹിക്ക് തോന്നിയത്. അവൻ പേരെടുത്ത് അമ്മയെ വിളിക്കാൻ തുടങ്ങുന്ന നേരമാണ് തന്നെ ദയനീയമായി നോക്കുന്ന ശ്രീധരന്റെ കണ്ണുകളെ കാണുന്നത്. അത്രയും ദയനീയമായി തന്നെ നോക്കുന്ന കണ്ണുകളെ നിരാകരിക്കാൻ വയ്യെന്ന പോലെ ഉള്ളിൽ ഉയർന്ന ദേഷ്യം അത്രയും പിടിച്ചടക്കിയും ഒരു നിമിഷം മഹി നിശബ്ദനായി. പിന്നങ്ങോട്ട് നടന്ന സംഭാഷണത്തിൽ പലതും മഹിയോ രുദ്രയോ കേട്ടില്ല. എന്തിനധികം അവർ പരസ്പരം ശരിക്കൊന്ന് കണ്ടോന്ന് പോലും അറിയില്ല. അവസാനം ഇനിയും അവിടെ നിന്നാൽ കൈവിട്ടെന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തു പോകും എന്നുള്ള ഭയത്തിൽ മഹി കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വാശിക്ക് ഇറങ്ങിപ്പോയവൻ താടിയെത്തി മുന്നിലെ കടയിൽ നിന്നും ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചു. അത്രയും ദേഷ്യത്തോടെ അതിൽ നിന്നും ഒരെണ്ണം കത്തിച്ച് പുകച്ചുകൊണ്ട് തൊട്ടടുത്ത മരത്തിന്റെ ചുവട്ടിലേക്ക് നിന്നുകൊണ്ട് മഹി ദേഷ്യമടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അന്തരീക്ഷത്തിലെ ഊതിവിടുന്ന പുകച്ചുരുളുകൾക്കൊപ്പം തന്നെ അവന്റെ മനസ്സിൽ പലവിധ ചിന്തകളും വന്നുപോയി. എല്ലാവരെയും പോലെ ഒരു കല്യാണമൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ അതിങ്ങനെ കടമകളുടെയും പ്രത്യുപകാരത്തിന്റെയും ബാക്കിയായി സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ടായിരുന്നില്ല ഒരിക്കലും മനസ്സിൽ. ഇതിപ്പോൾ ശ്രീധരൻ മാമൻ ചെയ്തു തന്ന സഹായങ്ങൾക്കൊക്കെ പകരമായി തന്റെ ജീവിതം ഹോമിക്കുന്ന പോലെ തോന്നി മഹിക്ക്. എന്തോ മഹിക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ നേരത്താണ് തോളിൽ ഇത്തിരി ആയത്തിൽ ഒരടി കിട്ടുന്നത്. ഒന്നാമത് ദേഷ്യത്തിൽ നിന്നവൻ വേദന എടുത്ത് പുറത്ത് കൈയും വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു അമ്മേ. നീ ഈ ശീലം ഇതുവരെ നിർത്തിയില്ല അല്ലേ മഹി? കണ്ണിലിരിയുന്ന ദേഷ്യമായി അവർ ഒച്ചയെടുത്തതും അതിലും ദേഷ്യത്തിൽ തിരിച്ചതിന് മറുപടി പറയാൻ വന്നവൻ കാണുന്നത് അവർക്ക് പിന്നിൽ പാറിപ്പറന്ന് മുടിയുമായി നിൽക്കുന്നവളെയാണ്. ഒരു നിമിഷം അത്രയും ദേഷ്യം പിടിച്ചു നിന്നവന്റെ കണ്ണുകൾ അമ്മയുടെ ഇടതുവശത്തേക്കൊന്ന് പാളി. എന്റെ മകനങ്ങനെ ദുശീലങ്ങളൊന്നുമില്ല മോളെ. ആകെ ഉണ്ടെന്ന് പറയുന്നത് ഈ പുകച്ചു തള്ളുന്നതാണ്. പക്ഷെ അത് എന്നൊന്നുമില്ല, ഇടയ്ക്കെപ്പോഴോ. പക്ഷെ മോള് പേടിക്കണ്ട, കല്യാണം കഴിയുമ്പോൾ അത് തനിയെ നിന്നോളും. ചന്ദ്രേട്ടനുണ്ടല്ലോ. അവരൊന്ന് പറഞ്ഞു നിർത്തി. ഇവന്റെ അച്ഛൻ. അവൾക്ക് മനസ്സിലാകട്ടെ എന്ന് കരുതി ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവർ ബാക്കി പറഞ്ഞു തുടങ്ങി. അങ്ങേര് ഫുൾ ടൈം ബീഡിക്കുറ്റി വായിന്ന് മാറ്റാത്തൊരു മനുഷ്യനായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അന്ന് നിർത്തിച്ച് ഞാനത്. അതൊക്കെയാ ഒരു പെണ്ണിന്റെ കഴിവ്. പറയുന്നതിനൊപ്പം സ്വയം അഭിമാനം തൂകുന്ന അമ്മയെ കണ്ട് മഹി പല്ല് ഞെരിച്ചു. എന്നാൽ ആരോടോ അമ്മ ഈ പ്രസംഗം മൊത്തം നടത്തുന്നത് അവളുടെ മുഖമാണെങ്കിൽ ഇതുവരെ ഒന്നും നിവർന്നിട്ട് പോലുമില്ല. അതിൽ നിന്ന് തന്നെ അവളുടെ ഇഷ്ടക്കേട് ഊഹിച്ച മഹിക്ക് അമ്മയെ വല്ല കടലിലും കൊണ്ടുപോയി എറിയാനാണ് തോന്നിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, ഒരു പെണ്ണ് വിചാരിച്ചാൽ ആണുങ്ങളുടെ സ്വഭാവം എല്ലാം നന്നാക്കാന്നാണ്. അതുകൊണ്ട് മോൾ ഇത് കണ്ടൊന്നും പേടിക്കണ്ട.
പിന്നെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം കാണുകയും പരിചയപ്പെടുകയും ചെയ്തില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ മോളെ കൈയോട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. അവർ ചിരിച്ചുകൊണ്ട് മകനെ നേരെ നോക്കി. ഇതേ സമയം ഇപ്പോഴെങ്കിലും അമ്മ അത് ഓർത്തല്ലോ എന്നൊരു പുച്ഛമായിരുന്നു അവന്റെ മുഖത്തുണ്ടായിരുന്നത്. അതിനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അമ്മ അതിലും വലിയ പുച്ഛം തിരികെ നൽകി അവൾക്ക് നേരെ തിരിഞ്ഞു. മഹി, ഇത് രുദ്രമോള്. മോള് ഇതാട്ടോ എന്റെ മകൻ മഹാദേവൻ, എന്റെ മഹി. ഇനിയിപ്പോ കണ്ടില്ല പരിചയപ്പെട്ടില്ല എന്നൊന്നും വേണ്ട. രണ്ടുപേരും പരസ്പരം ഒന്ന് തുറന്ന് സംസാരിക്ക്. അപ്പോഴേക്കും അമ്മ കടയിലൊന്ന് പോയിട്ട് വരാം. അമ്മ എവിടെ പോകുന്നു? വലിയ കാര്യത്തോടെ അവര് പറഞ്ഞിട്ട് തിരിയാൻ പോയ സുമിത്രയോട് മുന്നിലേക്ക് കയറി നിന്നവൻ ചോദിച്ചു. അതിപ്പോ നാളെ കഴിഞ്ഞ് രണ്ടിനൊന്ന് കല്യാണമല്ലേ? ഇങ്ങോട്ട് വരുന്ന വഴി ഒരു വലിയ ടെക്സ്റ്റൈൽസ് കണ്ടിരുന്നു. ഉമ്മയോട് ചോദിച്ചപ്പോൾ അത് നല്ല തുണി കിട്ടുന്ന കടയാണെന്ന് പറഞ്ഞു. ഞാനിപ്പോ അപ്പുവായിട്ട് അങ്ങോട്ട് പോവുക. നീ മോളോട് സംസാരിച്ചു കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് വന്നോ. പിന്നെ കടയിലേക്കുള്ള വഴി അറിയില്ലെങ്കിൽ മോളോട് ചോദിച്ചാൽ മതി, അവക്കറിയാം. പറയുന്നത് കൂട്ടത്തിൽ തന്നെ സുമിത്ര പുറത്തേക്ക് നടക്കുന്നതും ഇത്തവണ ഞെട്ടി നിന്നത് മഹിയാണ്. നാളെ കഴിഞ്ഞ് രണ്ടിനന്ന് കല്യാണമോ? അതും താനറിയാതെ? ഇനിയിപ്പോ തന്നെ പോലെ ഇവളും ഇത് അറിഞ്ഞില്ലേ എന്നൊരു ഞെട്ടലിൽ അവൻ അവളെ നോക്കുമ്പോൾ പെണ്ണിപ്പോഴും കുനിഞ്ഞു തന്നെ നിൽപ്പാണ്. ഇവളുടെ തല ഒടിഞ്ഞു തന്നെയാണോ കിടക്കുന്നത്? അല്പം ദേഷ്യത്തോടെ പിറുപിറുത്തുകൊണ്ടുള്ള അവന്റെ കൽപ്പിൽ മഹി അവളെ നോക്കുമ്പോൾ കാണുന്നത് നിർവികാരമായിട്ടുള്ള അവളുടെ ആ നിൽപ്പാണ്. അപ്പോഴേ മനസ്സിലായി അവൾ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടെന്ന്. ഏ, അപ്പൊ ഇവക്ക് കല്യാണത്തിന് പ്രശ്നമില്ലേ? ചെറുതല്ലാത്തൊരു ഞെട്ടൽ അവന്റെ മനസ്സിലേക്ക് വന്നു. പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ അത് മാറുകയും ചെയ്തു. കാരണം കുറച്ചു മുന്നേ അച്ഛന്റെ നെഞ്ചത്തോട്ട് വീണ് ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ നിൽക്കുന്നത് ആരായാലും എന്താ? പക്ഷേ തനിക്ക് അങ്ങനെയാണോ? ആകെ ദേഷ്യം കൊണ്ട് പുകഞ്ഞു കത്തി മഹി. ആ ഒരു ദേഷ്യത്തോടെ തന്നെ അവന്റെ നോട്ടം ചെന്ന് നിന്നത് മുന്നിൽ നിൽക്കുന്ന. ഈ നേരം വരെ അവളുടെ മുഖം താൻ കണ്ടിട്ടില്ല. അതിനെ കണ്ടിട്ടും വലിയ മാറ്റങ്ങളൊന്നും തനിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അവളെ കാണുന്ന നിമിഷമെല്ലാം മനസ്സിലേക്ക് വരുന്നത് രാഹുൽ പറഞ്ഞ് താൻ അറിഞ്ഞ അവളുടെ വാക്കുകളാണ്. ഈ ലോകത്ത് ചെറുക്കന്മാരെല്ലാം തീർന്ന് കെട്ടാൻ ഇനി പറ്റിയില്ലെങ്കിലും അവൾക്ക് ഒരു കൃഷിക്കാരനെ വേണ്ട എന്ന് ശ്രീധരൻ മാമന്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞു എന്നറിഞ്ഞ വാചകം, അത് ഓർക്കും തോറും അവന്റെ രക്തം തിളച്ചു. അതുകൊണ്ട് തന്നെ അവളോട് എന്തെങ്കിലും സംസാരിക്കാനോ എന്തിന് ഒന്ന് നോക്കാനോ പോലും താല്പര്യമില്ലാത്ത പോലെ മഹി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഫോണിൽ കിടന്ന മൊബൈൽ ചിലയ്ക്കുന്നത്. എടുത്തു നോക്കിയപ്പോൾ സൂക്ഷ്മം പോലെ അമ്മ. എടുത്തടിച്ച പോലെ വായിൽ വന്നത് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് അവർ ടെക്സ്റ്റൈലിൽ എത്തിയെന്നും രുദ്രയും ഉമയമ്മയും കൂട്ടി ചെല്ലാനും പറയുന്നത്. സൗകര്യമില്ല എന്ന് പറയാൻ പോകുന്ന നേരത്താണ് അടുത്തേക്ക് വരുന്ന ഉമയമ്മയെ അവൻ കാണുന്നത്. നാവിലേക്ക് വന്നത് പിടിച്ചടക്കിക്കൊണ്ട് അവൻ നോക്കി. നിങ്ങള് സംസാരിച്ചോ മക്കളെ? അത്രയും ആദിയോടെയുള്ള അവരുടെ ചോദ്യം കേട്ടതും ഒന്നമർത്തി മൂളി മഹിയുടെ നോട്ടം തൊട്ടടുത്ത് നിൽക്കുന്നവളിലേക്ക് ചെന്നതും അവിടെയും ചെറിയൊരു തലയാട്ടൽ കണ്ടു. പുച്ഛത്തോടെ അവന്റെ ചെറിയൊന്ന് കൂടി. എങ്കിൽ നമുക്ക് വേഗം പോയിട്ട് വരാം. ശ്രീധരന്റെ അടുത്ത് അനിയനുണ്ടെന്ന് പറഞ്ഞാലും ആൾക്ക് എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ വേണം. അവരുടെ ആകുലതയോടെ കൂടിയ സംസാരം കേട്ട് മഹി മറ്റൊന്നും പറയാതെ നേരെ വണ്ടിയെടുത്ത് അവർക്ക് മുന്നിൽ കൊണ്ടുവന്നു. പെണ്ണ് അമ്മയ്ക്കൊപ്പം പിന്നിലേക്ക് കയറുന്ന കണ്ടതും അവന്റെ കണ്ണുകൾ വെറുതെ കോ ഡ്രൈവർ സീറ്റിലേക്കൊന്ന് പാളി. പിന്നെ അവൾ എവിടെ കയറിയാലും എന്താ എന്ന് തലവെട്ടിച്ചുകൊണ്ട് വീണ്ടും അവൻ സീറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു പക്ഷെ അവൾ മുന്നിലേക്ക് കയറിയിരുന്നെങ്കിൽ എന്നവൻ ആഗ്രഹിച്ചു പോയോ എന്നറിയില്ല. എന്തായാലും അമ്മ പറഞ്ഞു കൊടുത്ത ടെക്സ്റ്റൈൽസിന് മുന്നിൽ അവൻ അരമണിക്കൂർ കൊണ്ടാണ് എത്തിയത്. നേരത്തെ ചെന്ന അമ്മ കല്യാണ സാരി എന്ന് പറഞ്ഞു ഒരു മല തന്നെ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അകത്തേക്ക് അവളൊന്ന് കയറേണ്ട താമസം അമ്മ ആ പെണ്ണിനെ പിടിച്ചുകൊണ്ടുപോയി ഒരു 101 സാരി കൂട്ടിയിട്ടിരിക്കുന്നതിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് കണ്ടതും മാഹിക്ക് അങ്ങ് പേരുത്ത് കയറി. അമ്മയും ഉമയമ്മയും പല സാരികൾ അവളിൽ വെച്ച് നോക്കി സൗന്ദര്യം കണ്ട് അഭിപ്രായം ചോദിച്ചിട്ടും അവളുടെ ചുണ്ടുകൾ ഒരു വാക്കുപോലും ഉരിയാടുന്നില്ല എന്ന് കണ്ട് മഹിക്ക് പെരുവിളിൽ നിന്നും ദേഷ്യം പിന്നെയും ഇരച്ചു കയറി. അഹങ്കാരി! നാവിനിടയിലിട്ട് ആ പേര് പല പ്രാവശ്യം അവൻ ഞെരിച്ചു പൊട്ടിച്ചു. അവസാനം അവളോട് അഭിപ്രായം ചോദിച്ച് ഡ്രസ് എടുക്കാൻ നിന്നാൽ ഇന്ന് മുഴുവനും ഈ നിൽപ്പ് നിൽക്കേണ്ടി വരും എന്ന് തോന്നിയവൻ ആ പെണ്ണിനെ ഒന്ന് നോക്ക കൂടി ചെയ്യാതെ അവൾക്കരികിലേക്ക് ചെന്ന് ആദ്യം കയ്യിൽ കിട്ടിയ സാരി എടുത്തുകൊണ്ട് ഇത് മതിയെന്നങ്ങ് ഉറപ്പിച്ചു പറഞ്ഞു സെയിൽസ് ഗേളിനോട്. സത്യം പറഞ്ഞാൽ മഹിയുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കം കണ്ട് സുമിത്രാമയാണ് ഏറ്റവും അധികം ഞെട്ടിപ്പോയത്. ഇന്ന് വരെ സ്വന്തമായി ഒരു തുണിക്കഷ്ണം പോലും എടുക്കാത്ത ചെറുക്കനാണ് ഇന്നിപ്പോൾ ആദ്യമായി തുണിയെടുത്തത്, അതും കല്യാണ സാരി. പക്ഷെ അവരെക്കാളൊക്കെ ഞെട്ടിപ്പോയത് മുന്നിൽ നിൽക്കുന്ന സെയിൽസ് ഗേൾ ആയിരുന്നു.
അത്രയും മന്ദിച്ച് കണ്ണു തള്ളി ആ പെണ്ണ് മഹിയെ നോക്കി. ആ പെണ്ണിന്റെ ആ നോട്ടം കണ്ടതും മഹിയുടെ കണ്ണൊന്ന് ചുരുങ്ങി. ആ ഒരു സംശയത്തോടെ അവൻ നോക്കുമ്പോൾ സൈഡിൽ നിൽക്കുന്നവരുടെയും കണ്ണുകൾ ഏതാണ്ടൊക്കെ അതേ അവസ്ഥയിലാണ്. എന്താ? തന്നെ ദഹിപ്പിക്കും പോലെയുള്ള അമ്മയുടെ നോട്ടം കണ്ട് ഇത്തിരി ഒച്ചയെടുത്തവൻ ചോദിച്ചതും ഇടം കണ്ണുകൊണ്ട് ഉമയമ്മയുടെ കയ്യിലേക്ക് പിടിമുറുക്കുന്ന വിരലുകൾ എങ്ങനെയോ അവന്റെ കണ്ണിൽ കയറിപ്പറ്റി. എല്ലാവരെയും താൻ പേടിപ്പിച്ചു എന്ന് ചുറ്റും നിൽക്കുന്നവരുടെ മുഖഭാവങ്ങളിൽ നിന്നും മനസ്സിലായതും അവനൊന്ന് തല കുടഞ്ഞു. ശ്വാസം ആയത്തിലെടുത്ത് സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ തല ഒന്നുകൂടി കുടഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന അമ്മയെ നോക്കി. അമ്മേ, ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ കാര്യം പറയുന്നുണ്ടോ? മുന്നത്തെ അത്ര ഗൗരവം ഇല്ലെങ്കിലും ഇത്തവണയും ഭാഷയും പ്രവർത്തനത്തിലും ആ ഗൗരവം നിഴലിച്ചു. നീ എത്ര പേരെ കണ്ടിട്ടുണ്ടോടാ കറുത്ത സാരിയും ചുറ്റി കല്യാണത്തിന് ഉടുത്തൊരുങ്ങി വരുന്നത്? അവരുടെ ആ ചോദ്യം കേൾക്കുകയാണ് അവൻ തന്റെ കയ്യിലിരിക്കുന്ന സാരിയിലേക്ക് നോക്കുന്നത്. കറുത്ത സാരിയിൽ ചുവന്ന ബോർഡർ വരുന്നൊരു സാരി. സംഭവം കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിൽ അത് നല്ലോണം ബോറായി പോയെന്ന് അവന് തന്നെ തോന്നി. കണ്ടല്ലോ നിന്റെ വരുംകാല ഭർത്താവിന്റെ ബോധം. കടകും കടലും തിരിച്ചറിയാത്ത ഇവന്റെ കാര്യങ്ങളൊക്കെ മോള് വേണം ഇനി നോക്കിയും കണ്ടും ചെയ്യാൻ. അല്ലെങ്കിൽ കല്യാണ സാരി കറുപ്പായ പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളും. ഇങ്ങനെ ഒരു പൊട്ടൻ. അവനെ നോക്കി പല്ലും കടിച്ചു പിടിച്ച് ഉമയമ്മയുടെ അടുത്ത് നിൽക്കുന്നവളോടായി അവരത് പറഞ്ഞതും ഉയർന്നു പൊങ്ങിയ ദേഷ്യത്തിൽ എന്തോ അമ്മയോട് പറയാൻ പോയവൻ ചുറ്റും നിൽക്കുന്നവരുടെ ചിരി കണ്ടപ്പോഴാണ് എല്ലാവരും അമ്മയെ നന്നായിട്ട് ആസ്വദിച്ചു എന്ന് അവന് തോന്നിയത്. ആദ്യമായി ഇത്രയും പേരുടെ മുന്നിൽ തുണി ഉരിഞ്ഞു നിൽക്കുന്ന പോലൊരു അവസ്ഥ തോന്നി അവന്. ആ ദേഷ്യത്തിൽ പല്ല് കടിച്ചു പിടിച്ച് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴാണ് മുന്നിലെ കണ്ണാടിയിൽ ഒരുവളുടെ ചിരി കാണുന്നത്. എത്ര അടക്കി വെച്ചിട്ടും പൊട്ടിപ്പുറത്തേക്ക് വരുന്ന ചിരി അടക്കാൻ വയ്യാത്ത പോലെ അവളുടെ ഇടമ്പല്ലൊന്ന് അവന്റെ കണ്ണിൽ പതിഞ്ഞു. അവിടെ നിന്നും കണ്ണുകൾ അവളുടെ നുണക്കുഴിയിൽ പതിഞ്ഞതും ഉള്ളിൽ ഉയർന്ന ദേഷ്യം മായതും കണ്ണുകളുടെ അവളുടെ മുഖം തേടിപ്പോയതും പെട്ടെന്നായിരുന്നു. ഈ നേരം വരെ അങ്ങനെ ഒരുത്തരുടെ മുഖം ഒന്ന് കാണുന്നത് പോലും ചിന്തിക്കാത്ത താൻ ആദ്യമായി കണ്ടവളുടെ ചിരിയിൽ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി എന്ന് പറഞ്ഞാൽ അത് കള്ളമല്ലാതായി പോകും. ആകെ വലിച്ചു വാരി കൂട്ടിയതിലെ പാതി മുടിയിഴകൾ അവളുടെ പാതി മുഖം മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും ചുവന്ന ചായം പൂശിയ അവളുടെ നീണ്ട വിരലുകൾ അത് ചെവിക്ക് പിന്നിലേക്ക് വെക്കുന്നതിനിടയിൽ കണ്ടു അവൻ ആ മുഖം. എന്തിനെന്നറിയാതെ മഹിയുടെ ഹൃദയം ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. മഹി, ഡാ, എടാ, ഔച്ച്! അമ്മയിൽ നിന്ന് കിട്ടിയ അടിയിൽ കൈ വേദനിച്ചുകൊണ്ട് അവൻ അറിയാതെ ശബ്ദമുയർത്തി. എത്ര നേരം കൊണ്ട് വിളിക്കുവാടാ നിന്നെ? അതെങ്ങനെയാ ഗ്രഹണ പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കാണുന്ന പോലെയല്ലേ അവന്റെ ഒരു നോട്ടം? അതെ, നാളെയും കൂടി കഴിഞ്ഞാൽ നീ തന്നെ കെട്ടാൻ പോകുന്ന പെണ്ണാണ്. അതിന് ഇപ്പോഴേ നീ ഇങ്ങനെ വായി നോക്കി നിൽക്കണ്ട. ആ പെണ്ണിനെ ഒന്ന് നോക്കടാ, കാര്യം പറയടാ എന്നൊക്കെ പറഞ്ഞാൽ അവന് മുടിഞ്ഞ ജാട. ഇപ്പൊ നോക്കിയേ, ചോര ഊറ്റിക്കുടിക്കുന്ന പോലെയാണ് അവന്റെ ആ നോട്ടം. അവന്റെ കയ്യിലടിച്ചുകൊണ്ട് സുമിത്രയെ അങ്ങനെ പറഞ്ഞതും ഒരു ഞെട്ടലോടെ മഹി അവരെ നോക്കി. നല്ല കൊച്ചാണടാ, കെട്ടടാ കെട്ടടാ എന്ന് പറഞ്ഞപ്പോൾ അവനെ കെട്ടണ്ട. ഇപ്പൊ നോക്കിയേ, പെണ്ണിന്റെ മുഖത്തൊന്ന് കണ്ണെടുക്ക. ഉമയമ്മയെ നോക്കി അവരത് ഒന്നുകൂടി കേൾക്കെ പറഞ്ഞതും അവരുടെ മുഖത്തെ പുഞ്ചിരിക്ക് പത്തര മാറ്റിന്റെ പകിട്ടായി. കാരണം ഇവിടെ വന്നിട്ട് ഈ നേരം വരെ മഹി ഒരു നോട്ടം കൊണ്ട് പോലും രുദ്രയെ നോക്കുന്നില്ല എന്നുള്ളത് ഉമയ്ക്ക് ശരിക്കും സങ്കടമായി മാറിക്കഴിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ കണ്ണിമ ചിമ്മാതെ അവൻ കണ്ണാടിയിൽ കൂടി തന്റെ മകളെ നോക്കുന്നത് കണ്ടതും അതുവരെ ഇല്ലാതിരുന്നൊരു മനസ്സമാധാനം മനസ്സിൽ തോന്നി. അതേസമയം ഇത്രയും നേരം മഹിയെ വേദനയോടെ നോക്കി നിൽക്കുന്ന ഉമയെ കണ്ടപ്പോഴാണ് മനസ്സിൽ സുമിത്രയ്ക്കും വല്ലാത്ത സങ്കടമായിരുന്നു. ആ ഒരു സങ്കടമാണ് വാക്കുകളിലൂടെ സുമിത്ര മകനെ ഇത്തിരി കളിയാക്കിയാണെങ്കിലും പറഞ്ഞു തീർത്തത്. എന്തായാലും തന്റെ ആ കളി പറച്ചിൽ ഉമയുടെ മനസ്സ് ശാന്തമായി കാണുന്ന സുമിത്രയ്ക്കും ഉറപ്പായിരുന്നു. അത്യാവശ്യം നന്നായി അമ്മ കാരണം ചമ്മിയത് കൊണ്ട് പിന്നങ്ങോട്ടും മഹി ആ ഭാഗത്തേക്ക് നോക്കാൻ പോയില്ല. പക്ഷേ സുമിത്ര വിട്ടില്ല. ആദ്യമായി മോൻ വലിയ കാര്യത്തെ ഒരു കാര്യം ചെയ്തതല്ലേ, അത് പൂർത്തിയാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് തന്നെയാണ് സുമിത്ര കല്യാണ സാരി എടുപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പഴയ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി അവൻ ഒരല്പം നോക്കിയും കണ്ടുമൊക്കെയാണ് സാരി എടുത്തത്. ആ നേരം അറിയാതെയാണെങ്കിലും കുറച്ചു മുന്നേ കണ്ട പെണ്ണിന്റെ പാതിമുഖം എന്തിനൊക്കെയോ വേണ്ടി അവന്റെ മനസ്സിലേക്ക് ഓടിയോടി വരുന്നുണ്ടായിരുന്നു. അതാകും അവൾക്കത്രയും ചേരും വിധം ചുവന്ന പട്ടുസാരിയിൽ അവന്റെ കണ്ണുറച്ചുപോയത്. അതൊന്ന് എടുത്തു മാറിയതും പിന്നെ അവൾക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സും ബാക്കി കാര്യങ്ങളിലും ഒക്കെയായി അമ്മമാരുടെ തിരച്ചിൽ. ഇതിനിടയിൽ എത്ര വേണ്ടെന്ന് വെച്ചിട്ട് മഹിയുടെ കണ്ണുകൾ പിന്നെയും അവളെ തേടിപ്പോയി. ഉള്ളിലെ ദേഷ്യം അല്പം പോലും കുറഞ്ഞില്ലെങ്കിലും സ്വന്തം കണ്ണുകൾ അവളിലേക്ക് പോകുന്നത് നിയന്ത്രിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിൽ അവനാകെ അസ്വസ്ഥനായി. എങ്ങനെയെങ്കിലും ധൃതി പിടിച്ച് തന്റെ ഡ്രസ്സും കൂടി എടുപ്പിച്ച് അവിടെ നിന്ന് പോയാൽ മതിയെന്ന് പിന്നെ അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ തീർപ്പാക്കി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടതിനു ശേഷം അവൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി.
പിന്നെയുള്ള ഓരോ നിമിഷവും കാറ്റിനേക്കാൾ വേഗത്തിലാണ് ഓടിമറിഞ്ഞത്. ഇന്നിപ്പോൾ ഇങ്ങനെ ദേവീക്ഷേത്രത്തിന് മുന്നിൽ താലിയും പിടിച്ചു നിൽക്കുമ്പോൾ ശൂന്യമായിരുന്നു മഹിയുടെ മനസ്സ്. മുന്നിൽ നിൽക്കുന്നവളുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. മുഹൂർത്തമായി, താലി കെട്ടിക്കോളൂ. തിരുമേനി പറയുന്നു കേട്ടതും അത്രയും നേരം ബലം പിടിച്ചു നിന്നവന്റെ മനസ്സ് പെട്ടെന്ന് വെപ്രാളപ്പെട്ടു. കാര്യവും ദേഷ്യവും വാശിയും ഒക്കെ ആയിരുന്നെങ്കിലും ഈ ഒരു നിമിഷം കടന്നുപോകാൻ ഇനിയും ഒരുപാട് ദൂരം താണ്ടേണ്ടി വരും എന്നുള്ളത് മഹിയുടെ കൈ അറിയാതെ വിറച്ചുപോയി. സമയം പോകുന്നു കുട്ടി. കയ്യിലെ വാച്ചിൽ നോക്കിക്കൊണ്ട് തിരുമേനി ഒരിക്കൽ കൂടി പറഞ്ഞതും അവന്റെ ഇഷ്ടക്കേട് മനസ്സാൽ അറിയുന്നത് കൊണ്ട് സുമിത്ര അടുത്തു വന്ന് മകന്റെ കയ്യിലൊന്ന് തൊട്ടു. ആ അമ്മയുടെ നിറഞ്ഞു തുളുമ്പാൻ നിൽക്കുന്ന കണ്ണുകൾ കണ്ടതും അവൻ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് കയ്യിലിരുന്ന താലി അവളുടെ കഴുത്തിലേക്ക് വെഞ്ഞു. അവന്റെ ദൃഢമായ കൈകൾ ആ കഴുത്തിലേക്ക് തൊട്ടതും വല്ലാത്തൊരു ചൂട് ശരീരമാകെ പടർന്ന പോലെ തോന്നി രുദ്രയ്ക്ക്. ആ നേരം അവനിലും പകുതിയായുള്ളവളുടെ കഴുത്തിലേക്ക് അത് കെട്ടാനെന്ന പോലെ അവൻ കുനിയവേ ആ നിശ്വാസക്കാറ്റ് അവളുടെ ചെവിത്തുമ്പിൽ വന്ന് തട്ടിത്തെന്നി. ഇരു കൈകളും കൂപ്പി മനസ്സാൽ ദൈവത്തെ പ്രാർത്ഥിക്കുന്നവളുടെ ശരീരത്തിലൂടെ ഒരു വിറയൽ പടർത്താൻ മറ്റൊന്നും വേണ്ടിയിരുന്നില്ല. പെണ്ണ് വിറച്ചും കൊണ്ട് ഇറക്കിപ്പൂട്ടിയ കണ്ണുകൾ ഞെട്ടി തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അവൻ നെറുകയിൽ ചാർത്തുന്ന സിന്ദൂരമായിരുന്നു. ഒപ്പം ആ കണ്ണുകൾ തന്റെ കണ്ണുകളുമായി കുരുത്തതും സ്വതവേ ഗൗരവം നിറഞ്ഞ ആ കണ്ണുകൾ ഒരൽപ്പം ചുരുക്കി പുരികം പെണ്ണിന്റെ നേരെ ഒന്ന് പൊങ്ങിത്താന്നു. എന്തേന്നൊരു ചോദ്യം പോലെ അവൾ പെട്ടെന്ന് മിഴികൾ താഴ്ത്തി. അതേസമയം ആ നേരം വരെ കണ്ണുകൾ ഇറുക്കിപ്പൂട്ടിയവൾ പെട്ടെന്ന് വെപ്രാളപ്പെട്ടുകൊണ്ട് തന്നെ നോക്കുന്നത് കണ്ടതിന്റെ ആകാംക്ഷയിലായിരുന്നു മഹിയും. അവളുടെ കഴുത്തിലേക്ക് കൈ തൊട്ടപ്പോഴേ അറിഞ്ഞതാണ് ഐസിനേക്കാൾ തണുത്തുറഞ്ഞു പോയവളുടെ ശരീരത്തിന്റെ വിറയൽ. കാര്യം താനും നല്ല ടെൻഷനിലായിരുന്നുകൊണ്ട് അത് ആ നിമിഷം ശ്രദ്ധിച്ചില്ലെങ്കിലും അവളുടെ ആ നോട്ടം എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ഹൃദയം തുളച്ചു കയറി ഉള്ളിലെവിടെയോ പെണ്ണ് വല്ലാത്ത ചലനമുണ്ടാക്കിയെന്ന് മഹിക്ക് മനസ്സിലായി. മഹി മിഴിയൊന്ന് വെട്ടി. സഹോദരി സ്ഥാനത്ത് നിന്നവൾക്ക് താലിച്ചരടൊന്ന് തൊടാൻ പോലും പറ്റാത്ത വിധത്തിൽ 3 കെട്ടും മുറുക്കിയാണ് മഹി അവളിൽ നിന്നും പിന്മാറിയത്. ആ നേരം ഒരിക്കൽ കൂടി അവന്റെ കണ്ണുകൾ രുദ്രയുടെ മുഖത്തേക്കും പോയി. മിതുവായ ഒരുക്കത്തിലായിരുന്നു പെണ്ണെങ്കിലും ആ നേരം അവളുടെ നെറുകയിൽ പടർന്നു കിടക്കുന്ന സിന്ദൂരത്തിന് അവളെ ഒരു ദേവതയാക്കാൻ പറ്റുന്ന വിധത്തിൽ അഴകുണ്ടെന്ന് അവന് വെറുതെയെങ്കിലും തോന്നി. പിന്നങ്ങോട്ട് എന്തൊക്കെയോ ഒരുപാട് ചടങ്ങുകൾ. ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ചെറിയൊരു സദ്യ. നാടടക്കം കല്യാണം വിളിച്ച് എല്ലാവരെയും കൂട്ടണം എന്നുള്ള ആഗ്രഹമൊക്കെ മനസ്സിലൊടുക്കി എല്ലാം ശേഖരന്റെ ഇഷ്ടപ്രകാരം കുഞ്ഞൊരു കല്യാണത്തിൽ ഒതുക്കി സുമിത്രയ്ക്കും ആ നേരം സന്തോഷം തന്നെയായിരുന്നു. തിരികെ വീട്ടിലെത്തി അവളെ 5 തിരിയുള്ള നിലവിളക്കിൽ അകത്തേക്ക് പിടിച്ചു കയറ്റി സുമിത്ര. ആ നേരം ലോകം തന്നെ കൈയടക്കിയ സന്തോഷമായിരുന്നു അവരുടെ മുഖത്ത്. പതിവിലും വിപരീതമായി ശ്രീധരനും ഉമയും അവർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അന്ന് നേരം വരെ അവർക്കൊപ്പം കാര്യം പറഞ്ഞ് പുറത്തേക്കിറങ്ങിയ ശ്രീധരൻ മഹിക്കടുത്ത് നിന്ന് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. എനിക്ക് വേണ്ടിയാണ് നീ ഈ കല്യാണം കഴിച്ചതെന്ന് എനിക്കറിയാം. പക്ഷെ പോകെ പോകെ എന്റെ മോളെ നിനക്ക് സ്നേഹിക്കാൻ പറ്റും. കാരണം അവൾ അത്രയ്ക്കും പാവമാണ്. ഒരച്ഛന്റെ വേവലാതിയോടെ പറയുന്ന അദ്ദേഹത്തെ മഹി ഒന്ന് ചേർത്ത് പിടിച്ചു. ശ്രീധരൻ മാമന് പേടിയൊന്നും വേണ്ട. താലി കെട്ടിയവളെ സ്നേഹിക്കാതിരിക്കാൻ പാകത്തിൽ മുരടനൊന്നുമല്ല ശ്രീധരൻ മാമന്റെ കൂട്ടുകാരന്റെ മകൻ. ഇത്തിരി തമാശ കൂട്ടിക്കലർത്തി അടുത്തു നിൽക്കുന്ന ഉമയമ്മയും കൂട്ടി ചേർത്തവനത് പറയുമ്പോൾ അവരുടെ മുഖത്ത് തെളിയുന്ന ആശ്വാസം കണ്ട് മഹി ഒന്ന് നെടുവീർപ്പെട്ടു. പിന്നെ അവർക്ക് സന്തോഷമാകട്ടെ എന്നുള്ള രീതിയിൽ ചിരിക്കാനും അവൻ മറന്നില്ല. അന്ന് രാത്രി അത്താഴം കൂടി കഴിഞ്ഞാണ് അവർ അവിടെ നിന്നും പോയത്. പോകുന്ന നേരം അവൾ അച്ഛനെയും അമ്മയും ആങ്ങളെയും കെട്ടിപ്പിടിച്ച് കരയുന്ന കണ്ടപ്പോൾ എന്തിനെന്നറിയാത്തൊരു ദേഷ്യവും കുശുമ്പും മഹിയിൽ അറിയാതെ ഉടലെടുത്തു. ഇവരെ ഒന്നും വിട്ടു വരാൻ വയ്യെങ്കിൽ ഇവള് പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഒപ്പം അങ്ങ് പൊക്കൂടെ? കേറുപോടെ അവന്റെ മനസ്സ് പിറുപിറുത്തു. ഇതിനിടയിൽ സുമിത്ര പോയി സമാധാനിപ്പിച്ച് പെണ്ണിനെ അടക്കി നിർത്തിയതും ബാക്കിയുള്ളവർ പോകാനിറങ്ങി. അപ്പോഴും ഒരുവൾ ഇവിടെ വിമ്മിക്കരയുന്നതാണ് മഹി കാണുന്നത്. അവൻ മെല്ലെ അവൾക്കരികിലേക്ക് നീങ്ങിച്ചെന്നു. അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ അവർക്കൊപ്പം പറഞ്ഞു വിടണോ തന്നെ ഞാൻ? തിണ്ണയിൽ ഇരുവശത്തായി നീട്ടിയ നീളൻ തൂണിന്റെ പിന്നിൽ നിന്നവൻ അവൾക്ക് മാത്രം കേൾക്കാൻ വേണ്ടി ഒരൽപ്പം കുനിഞ്ഞ് ആ കാതിൻ തുമ്പിൽ തട്ടുന്ന പോലെ പറഞ്ഞതും ആ നേരം വരെ അച്ഛനും അമ്മയും അനിയനും പോകുന്ന സങ്കടത്തിൽ നിന്നവളെ ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് ചൂടവെച്ചതും അവളുടെ കാല് ഇടറി. പെണ്ണ് പതറിക്കൊണ്ട് വീഴാൻ പോയതും മഹി അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ച് നേരെ നിർത്തി. നേരിയതിനിടയിലൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിൽ അവന്റെ കൈപ്പത്തി പോയി പതിഞ്ഞു. അവള് വല്ലാതെ ഒന്ന് ഏങ്ങിക്കൊണ്ട് പിന്നിലേക്ക് മാറാൻ നോക്കിയതും ഇത്തവണ അല്പം ബലത്തിൽ അവിടെയൊന്ന് അമർത്തി അവൻ അവളെ തൂണിലേക്ക് ചായച്ചു നിർത്തി. എന്തേ, രുദ്രതമ്പുരാട്ടിക്ക് ഈ കൃഷിക്കാരൻ തൊട്ടതങ്ങോട്ട് പിടിച്ചില്ലേ? അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെങ്കിലും അവളെ തൊട്ടപ്പോൾ ഉള്ളിൽ ഉയർന്ന ഭാവം. പക്ഷേ പെണ്ണിന്റെ പേടിച്ചുകൊണ്ടുള്ള നോട്ടവും അവയിൽ നിന്നും അകന്നു മാറാനുള്ള വെപ്രാളം കണ്ടതും
രാഹുൽ പറഞ്ഞ പലതും മനസ്സിലേക്ക് ഓടി വന്നതുകൊണ്ടാകും ഇത്തിരി ദേഷ്യത്തിലാണ് അവൻ അങ്ങനെ ചോദിച്ചത്. അതിന് മറുപടി പറയാതെ അവളുടെ കണ്ണുകൾ നീങ്ങിയത് പുറത്തായിരുന്നു. അവിടെ സുമിത്രാമ്മ അവരെയൊക്കെ പറഞ്ഞുവിടുന്ന തിരക്കിലാണ്. അവർക്കൊന്നും തൂണിന്റെ മറവിൽ നിൽക്കുന്നവനെ കാണാൻ കഴിയില്ല. പക്ഷെ അവന്റെ കൈതീർക്കുന്ന പൊള്ളൽ, അത് തന്നിലുണ്ടാക്കുന്ന പിടപ്പ്, ആ നേരം വരെ പ്രിയപ്പെട്ടവർ പോകുന്നതിൽ കരഞ്ഞുകൊണ്ട് നിന്നവളുടെ ഉള്ളിൽ ആകെ വല്ലാത്തൊരു വെപ്രാളവും പരവേശവും നിറഞ്ഞു. അതേസമയം താൻ ദേഷ്യപ്പെട്ട് ചോദിച്ചിട്ട് മറുപടിയൊന്നും പറയാതെ ആകെ പിടഞ്ഞുകൊണ്ടുള്ള പെണ്ണിന്റെ ആ നിൽപ്പ് കണ്ടതും മഹിയുടെ കണ്ണുകൾ കുറുകി. എന്തേ, ശ്രീധരൻ മാമനെയൊക്കെ വരച്ചു വരയിൽ നിന്ന രുദ്രതമ്പുരാട്ടിക്ക് ഇന്ന് മറുപടിയൊന്നുമില്ലേ? അവളെ വിടാൻ ഭാവമില്ലാത്തപോലെ മഹിയുടെ ചോദ്യം പിന്നെയും അവളുടെ ചെവിക്കരികിലേക്ക് വന്നതും പെണ്ണിന്റെ കൈ അവന്റെ കൈപ്പത്തിക്ക് മുകളിൽ പതിയെ പതിഞ്ഞു. അവരൊക്കെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, പ്ലീസ് വിടുമോ? ഒപ്പം അത്രയും മൃദുവായി ഒരു ശബ്ദം അവന്റെ ചെവിയിലുമെത്തി. എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞ് തന്റെ കൈ തട്ടിമാറ്റും എന്ന് വിചാരിച്ചവന് പെണ്ണിന്റെ ആ ഭാവമുണ്ടാക്കിയ ഞെട്ടൽ ചെറുതൊന്നുമായിരുന്നില്ല. തന്റെ താലിയും സിന്ദൂരവും അണിഞ്ഞ് ആകെ ചുവന്നു നിൽക്കുന്നവളെ വല്ലാത്തൊരു നോട്ടത്തോടെ ഒന്ന് നോക്കി മഹി അവളിൽ നിന്നും അകന്നു. അപ്പോഴേക്കും ശ്വാസം കിട്ടിയ പോലെ പെണ്ണ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഓടി സുമിത്രക്കരികിൽ എത്തിയിരുന്നു. പിന്നെ അവൾ കരഞ്ഞില്ല. അവരൊക്കെ പോയി രാത്രി ആഹാരം കഴിക്കുമ്പോഴൊക്കെ തന്നെ അവൾ ഒരു നോട്ടം കൊണ്ട് പോലും നോക്കാതിരുന്നതും മഹി അവളെ നോക്കി. അവൾ അന്ന് മുഴുവനും അമ്മയ്ക്ക് പിന്നാലെയായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെയും മഹിയുടെ കണ്ണുകൾ അവളെ പിന്തുടർന്നു. രാത്രിയായതും അമ്മ അവളെ മുറിയിലേക്കാക്കി. പാടത്തെ എന്തൊക്കെയോ കണക്കുകൾ ബാക്കിയുള്ളത് നിവർത്തിച്ചു വന്നവൻ മുറിയിലേക്ക് കയറിയതും കാണുന്നത് കട്ടിലിന്റെ കാൽഭാഗത്തിരിക്കുന്നവളെയാണ്. അവനെ കണ്ടതും പെണ്ണ് ചാടി എഴുന്നേറ്റു. അവളെ വെറുതെ ഒന്ന് നോക്കി അവൻ നേരെ ബാത്റൂമിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴും കാണുന്നത് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നവളെയാണ്. ഇവൾക്കിത് എന്തു പറ്റി എന്നൊരു ചിന്തയോടെ തല തുവർത്തി വന്നവൻ തോർത്ത് സൈഡിലേക്ക് വിരിച്ചിട്ടു. അതേസമയം മുന്നിൽ നിൽക്കുന്നത് വല്ലാത്തൊരു ടെൻഷൻ കാരണം കൈകൾ പിരിച്ചും പിണച്ചും ആകെ വെപ്രാളത്തിലായിരുന്നു. മുന്നിലെ കണ്ണാടിയിലൂടെ അവളുടെ വെപ്രാളം കണ്ടവൻ ചീപ്പ് തിരികെ താഴേക്ക് വെച്ച് അവൾക്ക് മുന്നിലേക്കായി വന്ന് നിന്ന് കൈകെട്ടി നിന്നു. രുദ്രത്തമ്പുരാട്ടിക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നല്ലോ. അവന്റെ ആ ചോദ്യം കേട്ടതും അവൾ പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. കരഞ്ഞു കലകിയ കണ്ണുകളോടെ അവളുടെ ആ നോട്ടം ചെന്നു പതിച്ചത് അവന്റെ ഹൃദയത്തിലായിരുന്നു. അത് കണ്ടതും അത്രയും നേരം വലിയ ധൈര്യം കാണിച്ച് അവളെ വിറപ്പിച്ചു എന്നവൻ പെട്ടെന്ന് അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. എന്താടാ? നെറുകയിലെ സിന്ദൂരത്തോളം തന്നെ ചുവന്ന ആ മുഖം അവന്റെ തഴമ്പാർന്ന കയ്യിൽ ഒതുങ്ങിപ്പോയി. അത് എന്താണെങ്കിലും പറയ് രുദ്ര. അവന്റെ കരുണയാർന്ന ശബ്ദം അവളുടെ കണ്ണുകളെ പിന്നെയും നീരണിയിച്ചു. എന്തേ, ഈ കൃഷിക്കാരനെ കെട്ടേണ്ടി വന്നതിന്റെ സങ്കടമാണോ ടീച്ചർ ഇപ്പൊ കരഞ്ഞു തീർക്കുന്നത്? പെണ്ണിന്റെ വിങ്ങല് കണ്ടതും ഇത്തിരി കളിയാക്കലോടെ അവൻ ചോദിച്ചതും അവളുടെ ചുണ്ടുകൾ കുറുത്തു. പെട്ടെന്ന് തന്നെ പെണ്ണ് അവന്റെ കൈ തട്ടിമാറ്റി തിരിഞ്ഞു നിന്നു. ഈ ഈ കല്യാണം ഇത് വേണ്ട. അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞു തീർത്തതും അവൻ അവളുടെ തോളിൽ പിടിച്ച് ഒറ്റ തിരിക്കലായിരുന്നു. ഞാൻ ചാർത്തിയ താലിയും എന്റെ കയ്യാൽ തൊട്ട സിന്ദൂരം അണിഞ്ഞിട്ട് നിനക്ക് കല്യാണം വേണ്ടായിരുന്നെന്നോ? അവന്റെ ശബ്ദത്തിൽ കടുപ്പമേറി. ഇത് ഇത് വേണ്ട. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ പിന്നെയും പറഞ്ഞു. അത് കണ്ടത് മഹാദേവന് എവിടെ നിന്നോ ദേഷ്യം ഇരച്ചെത്തി. എന്തടി, നീ ആളെ കളിയാക്കുകയാണോ? അത്രയ്ക്കും കല്യാണം വേണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനടി എന്റെ താലിക്കായി എന്റെ മുന്നിൽ വന്നു നിന്നത്? അവളുടെ കൈത്തുടയിൽ പിടിച്ച് നെഞ്ചിലേക്ക് കമർത്തിക്കൊണ്ടായിരുന്നു അവന്റെ ആ ചോദ്യം. ഇത് വേണ്ട മഹിയേട്ടാ. അത്രയും പതിയെ പറഞ്ഞുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് തല മുട്ടിച്ച് ഏങ്ങി കരയാൻ തുടങ്ങി. അത് കണ്ടത് മഹി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പെണ്ണുമായി ആ കട്ടിലേക്ക് വന്നിരുന്നു. ശരി, കല്യാണം വേണ്ട. പക്ഷെ അതിന് എനിക്കും നിനക്കും മനസ്സിലാവുന്ന ഒരു കാരണം എന്നോട് നീ പറയണം. അവളുടെ താഴ്ത്തുമ്പിൽ പിടിച്ചുയർത്തി അവനത് പറയുമ്പോൾ പെണ്ണ് പെട്ടെന്ന് ഭയന്ന പോലെ പിന്നിലേക്ക് മാറാൻ നോക്കി. അതൊന്നുമില്ല. അവൾ എഴുന്നേൽക്കാൻ നോക്കിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് നേരെ വലിച്ച് പെണ്ണ് വന്നവന്റെ മടിയിലേക്ക് ഇരുന്നുപോയി. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ് എന്നെ വേണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ഞാൻ അറിയണ്ടേ? അവളെ ഒന്നുകൂടി മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് ഇത്തവണ അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ നേരിയതൽപ്പം വലിച്ചു മാറ്റി കൈ അവളുടെ നഗ്നമായ ഇടുപ്പിൽ അമർത്തി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. മഹിയേട്ടാ. അവന്റെ ആ പിടുത്തത്തിൽ പെണ്ണ് വിറച്ചുപോയി. പറയൂ രുദ്ര. അവളുടെ നനഞ്ഞ മുടിയെ മൂക്കുകൊണ്ട് ഒരു സൈഡിലേക്കാക്കി ആ കഴുത്തിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് ചോദിച്ചതും പെണ്ണു വല്ലാതെ വിവശയായി തോളിലേക്ക് ചാഞ്ഞുപോയി. മഹിയേട്ടാ. അവളുടെ ശബ്ദം വിറച്ചു. പറയടാ. കൈ ഒരിക്കൽ കൂടി അമർത്തി അവൻ ചോദിച്ചതും പെണ്ണ് കണ്ണു നിറച്ചുകൊണ്ട് ആ മുഖത്ത് നോക്കി.
ഒരു കഥ ചൊല്ലട്ടുമാ. അവളെ ഒന്നും കൂടി ചേർത്തിരുത്തി ആ നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് പുഞ്ചിരിയോടെ മഹി ആ മൂക്കിൻ തുമ്പിൽ തട്ടി ചോദിച്ചു. അതേസമയം കഴിഞ്ഞ ദിവസം വരെ തന്നെ ദേഷ്യം കൊണ്ട് നോക്കിയവന്റെ പുതിയ ആ ഭാവത്തിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു രുദ്രയും. അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ കൈ എത്തിച്ച് ഫോൺ എടുത്ത് ഒരു വീഡിയോ ഓപ്പൺ ആക്കി കാണിച്ചു. ആരെയോ കെട്ടിയിട്ടിരിക്കുന്നതാണ്. ആകെ അവശനായി ആ മുഖം കണ്ടതും പേടിച്ചുകൊണ്ട് മഹിയെ നോക്കി പെണ്ണ്. മനസ്സിലായില്ല അല്ലേ? അവൾ തല വെട്ടിച്ചതും അവൻ മറ്റൊരു വീഡിയോ കാണിച്ചു. അത് കണ്ടതും അവൾ ഞെട്ടിക്കൊണ്ട് എഴുന്നേൽക്കാൻ നോക്കി. അഭിലാഷ്! അവളുടെ ചുണ്ടുകൾ പേടിയിൽ പിറുപിറുത്തതും മഹി അവളെ ഒന്നും കൂടി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഇവൻ കാരണമല്ലേ പൊന്നുമോൾ കല്യാണം വേണ്ടെന്ന് വെച്ചതും ആവശ്യമില്ലാത്ത പണിക്ക് പോയതും. അത് കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. ഇനി എന്റെ രുദ്ര ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവൻ നിന്നെ ഭീഷണിപ്പെടുത്തിയ ഒരു വീഡിയോ പോലും അവന്റെ കയ്യിൽ ഇനി ബാക്കിയില്ല. അവനത് പറഞ്ഞതും അവൾ ഞെട്ടി. മഹിയേട്ടാ, ഞാൻ ഞാൻ തെറ്റൊന്നും. പറഞ്ഞതും അവൾ മുഖം പൊത്തി കരഞ്ഞു. മതി കരഞ്ഞത്. അനാവശ്യത്തിന് കരഞ്ഞ് ഒരുപാട് തീർത്തതല്ലേ. ഇത്തവണ അല്പം ദേഷ്യത്തിലായിരുന്നു അവന്റെ ആ പറച്ചിൽ. ഒന്നും അല്ലെങ്കിൽ നീ ഒരു ടീച്ചർ അല്ലായിരുന്നോടി? എന്നിട്ടാണോ ഇങ്ങനെ ഒരു സംഭവത്തിന്റെ പേര് ഓരോന്നിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്? അല്പം ദേഷ്യത്തോടെ അവളുടെ മുഖം തന്റെ നേരെയാക്കി മഹി ചോദിച്ചു. ഒരു മാസം മുന്നെയാണ് അവൾ സിറ്റിയിലെ ഒരു മോളിൽ ഡ്രസ്സ് എടുക്കാൻ കൂട്ടുകാരുമായി പോയത്. അന്ന് അവൾ ഡ്രസ്സിംഗ് റൂമിൽ കയറുമ്പോൾ അവിടുത്തെ ഒരുത്തന്റെ സഹായത്തോടെ അഭിലാഷ് അവിടെ ഒരു ക്യാമറ വെച്ചിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ ഫോണിൽ ഒരു വീഡിയോ കിട്ടിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ആദ്യം പോലീസിൽ പോകാമെന്ന് തീരുമാനിച്ചെങ്കിലും തന്റെ മുഖം ചേർത്ത് പല വീഡിയോകൾ അവൻ തുടരെ അയച്ചതും അവൾ ഭയന്നു. ആദ്യം കെട്ടണമെന്നായിരുന്നു അവൻ ആവശ്യമെങ്കിൽ അത് പിന്നെ അവളെ കൂടെ കിടത്തണം എന്നത് മാത്രമായി. അറിയാതെ പോലും അതാരോടെങ്കിലും പറഞ്ഞാൽ അത് പബ്ലിക്കാക്കി അവളെ നാണം കെടുത്തും എന്നൊരവസ്ഥ വന്ന് പെണ്ണ് മറ്റൊന്നും ആലോചിക്കാതെ നിന്ന നിൽപ്പിൽ തീരാൻ തുടങ്ങുകയായിരുന്നു. അതിനിടയിൽ തന്റെ കല്യാണക്കാര്യം പറഞ്ഞവൻ അങ്ങനെ എന്തെങ്കിലും താൻ ചെയ്താൽ ആ കുടുംബത്തിലും വന്ന് പ്രശ്നമുണ്ടാക്കും എന്ന് കേട്ടപ്പോഴാണ് ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് കല്യാണത്തിൽ നിന്നും പിന്മാറാൻ നോക്കിയത്. താൻ ഒരു വിധത്തിലും സമ്മതിക്കാതെ വന്നപ്പോഴാണ് അവൻ ഇതുമായി അച്ഛനെ പോയി കണ്ടത്. പാവം തകർന്നുപോയി. അവനെ പേടിച്ച് കല്യാണം വേണ്ട എന്നും കൃഷിക്കാരൻ പറ്റില്ലെന്നുമൊക്കെ പറയുമ്പോൾ അച്ഛൻ അറിയാമായിരുന്നു ശരിക്കുള്ള കാരണം. അതുകൊണ്ട് തന്നെയാകും മഹിയേട്ടൻ മതിയെന്ന് അച്ഛൻ തീരുമാനിച്ചതും. പക്ഷെ തന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. അവസാനം താൻ കാരണം തന്റെ അച്ഛൻ എന്നൊരു ചിന്ത വന്നപ്പോൾ രണ്ടും കൽപ്പിച്ച് ഈ കല്യാണത്തിന് സമ്മതിക്കുകയായിരുന്നു. പക്ഷെ തന്റെ കല്യാണം നടന്നു എന്നറിഞ്ഞാൽ അവൻ എന്തു ചെയ്യും എന്ന് ഭയപ്പെട്ട് നിന്നതുകൊണ്ട് എവിടെ നിന്ന് പോകാം എന്ന് ചിന്തിച്ചത്. പക്ഷെ താൻ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ മഹിയേട്ടൻ. അവൾ അമ്പരപ്പോടെ ആ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ കണ്ണും മിഴിച്ച് നോക്കണ്ട. ഇനി ഇവൻ നമ്മുടെ ജീവിതത്തിലില്ല. അവൻ അവളെ ഒന്നും കൂടി ചേർത്ത് പിടിച്ചു. മഹിയേട്ടൻ, ഏട്ടൻ എങ്ങനെ? അവളുടെ മനസ്സിൽ ആ ചോദ്യമായിരുന്നു. താൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ പെണ്ണ് പലതും ആലോചിച്ച് കൂട്ടുമെന്ന് തോന്നിയതും മഹി അവളുമായി കട്ടിലേക്ക് ചാരിയിരുന്നു. ഒപ്പം ഇന്നലെ അവളും അഭിലാഷും തമ്മിലുള്ള സംസാരം രാഹുൽ കേട്ടതും അവൻ തന്നെ അത് വിളിച്ചു പറഞ്ഞതും ഒപ്പം തന്നെ അവനെയും കൂട്ടി കാണാൻ പോയ കഥയൊക്കെ മഹി അവളോട് പറഞ്ഞു. അവനെ അവനെ എന്തു ചെയ്തു? പെണ്ണ് അന്തം വിട്ട് കഥ കേൾക്കുന്നതിനിടയിൽ അവന്റെ ചോര നിറഞ്ഞ മുഖം ഓർമ്മയിൽ വന്ന പോലെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ ഇത്രയും നാള് തുടരെ ശല്യം ചെയ്തവന്റെ ആ ഒരു പേരിൽ ഒരു കയ്യും കാലുമേ ഞാൻ ഓടിച്ചിട്ടുള്ളൂ. പക്ഷെ സ്വന്തം കുടുംബത്തിന്റെ മനസ്സമാധാനം നശിപ്പിച്ചെന്ന നട്ടല് നിന്റെ അനിയൻ തന്നെ ചവിട്ടി കൂട്ടിയിട്ടുണ്ട്. അയ്യോ, അപ്പോ അത് പോലീസ് കേസ് ആവില്ലേ? പെണ്ണ് വെപ്രാളത്തിൽ പിന്നെയും ചാടി എഴുന്നേൽക്കാൻ പോയതും അവൻ അവളെ മടിയിലേക്ക് പിടിച്ചിരുത്തി ഒരു കാലുകൊണ്ട് അവളുടെ തുടയ്ക്ക് മുകളിലേക്ക് കാലുവെച്ച് പെണ്ണിനെ അവൻ ലോക്കാക്കി. ഒരു പോലീസ് കേസും ആകില്ല. നിന്റെ ഈ കൃഷിക്കാരൻ കെട്ടിയവന് അത്യാവശ്യം ആൾബലമൊക്കെ ഉണ്ട്. അവൻ ഈ ജന്മത്ത് ഇനി മലയിറങ്ങി വരുമെന്ന് തോന്നുന്നില്ല. അത് പറയുമ്പോൾ തന്റെ തമിഴ് സുഹൃത്തുക്കളെ അവൻ ഒരു നിമിഷം ഓർത്തു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു തീരുമാന സ്ഥിതിക്ക് ഇനി ടീച്ചർ പറ, ഈ കൃഷിക്കാരനെ വേണയോ വേണ്ടയെന്ന്. പെണ്ണ് മറ്റു പലതും ആലോചിക്കാൻ തുടങ്ങിയെന്ന് കണ്ടതും അതിൽ നിന്ന് ശ്രദ്ധ മാറ്റണമെന്നോണം അവൻ ഒരു കളിയായി ചോദിച്ചു. ഒപ്പം അവളുടെ തോളിൽ നിന്നും ബ്ലൗസ് ഒരൽപ്പം തെന്നിമാറ്റി അവിടെ അമർത്തി ഒന്ന് ചുംബിക്കുക കൂടി ചെയ്തതും പെണ്ണ് മറ്റെല്ലാം മറന്നപോലെ ഒന്ന് വിറച്ചു. പറ തമ്പുരാട്ടി, വേണ്ട ഈ കൃഷിക്കാരനെ? ഇത്തവണ അവളുടെ നേരിയതിന്റെ തുമ്പ് ബ്ലൗസിൽ നിന്നും അടർത്തി മാറ്റിയായിരുന്നു അവന്റെ ആ ചോദ്യം. പെണ്ണ് വിറച്ചുപോയി. അവന്റെ കയ്യിൽ ഒന്ന് അമർത്തി പിടിച്ചു മാറ്റുവാൻ നോക്കുമ്പോഴേക്കും അവൻ അവന്റെ ബലിഷ്ഠമായ കൈകൊണ്ട് ആ വസ്ത്രം അവളെ ഒന്ന് ഉയർത്തി വലിച്ച് കട്ടിലേക്ക് എറിഞ്ഞിരുന്നു. വല്ലാത്തൊരു പരവേശവും പരഭ്രമവും ബാധിച്ച പോലെ കൈകൾ പിണച്ചുകെട്ടി അവൾ മാറുമറയ്ക്കാൻ നോക്കിയതും കൈകളിൽ അവന്റെ പിടുത്തം വീണു. എന്തൊരു ഭംഗിയാ!
അവളുടെ നിറഞ്ഞു തുളുമ്പിയ മാറിടം പാതിയിലധികം പുറത്തു കണ്ടവരുടെ ചുണ്ടുകൾ മന്ത്രിച്ചത് അങ്ങനെയായിരുന്നു. അവന്റെ ആ തുറന്നു പറച്ചിലിൽ അവൾ പരവേശപ്പെട്ടു. ഞാൻ ഞാൻ ഒന്നിത് തൊട്ടോട്ടെ രുദ്ര. അവിടെ നോക്കിക്കൊണ്ടവന്റെ ശബ്ദം വല്ലാതെ നേർത്തുപോയി. ആ ശബ്ദം കാതിൽ പതിഞ്ഞതും അവൾ അറിയാതെ തന്നെ ആ കൈകൾ അവൻ അവിടെ നിന്നും അടർത്തി മാറ്റി പെണ്ണിനെ ആ കട്ടിലിലേക്ക് ചായച്ചു കിടത്തി. അവളുടെ നിറഞ്ഞു തുളുമ്പിയ സൗന്ദര്യം മഹിയെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചു. തന്റെ താലിയും സിന്ദൂരം അണിഞ്ഞു കിടക്കുന്ന തന്റെ പെണ്ണ്. ആ ഒരു ചിന്ത വന്നതും അവന്റെ മനസ്സിൽ അതുവരെ ഇല്ലാതിരുന്ന പല മോഹങ്ങളും തുടികൊട്ടാൻ തുടങ്ങി. നീ നീ എന്റെ അല്ലേ രുദ്ര? അവൻ അവളുടെ കാതിൻ തുമ്പിൽ കടിച്ചവളെ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് മെല്ലെ ചോദിച്ചതും പെണ്ണ് അവന്റെ മുഖം തന്റെ മാറിലേക്ക് അമർത്തി വെച്ചു. മഹി തൊട്ട മൃദുലത അവനെ കൂടുതൽ പരവേശപ്പെടുത്തി. അദ്ദേഹം വല്ലാത്തൊരു വെപ്രാളത്തോടെ അവന്റെ വിരലും ചുണ്ടുകളും മുഖവും ഒക്കെ ആ പെണ്ണിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എന്ന പോലെ ധൃതി കൂട്ടിയത്. നിമി നേരം കൊണ്ട് പൂവിതളുകൾ അടർന്നു മാറും പോലെ അവളുടെ ശരീരത്തെ മറച്ച ഓരോന്നും അവന്റെ കൈകളാൽ അടർന്നു വീണു. മുന്നിൽ കാണുന്ന സൗന്ദര്യരൂപം അവനെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചു. ഇനി ഒരു നിമിഷം പോലും അവളെ അറിയാതെ വയ്യ എന്ന തോന്നലിൽ അവൻ ആ പെണ്ണിന്റെ മുഖം കയ്യിലേക്കെടുത്തു. ഞാൻ ഞാൻ സ്വന്തമാക്കിക്കോട്ടെ? അവന്റെ അത്രയും ആഗ്രഹത്തോടെയുള്ള ചോദ്യം കേട്ടതും അവളുടെ ചുണ്ടൊന്ന് വിരിഞ്ഞു. അത് മതിയായിരുന്നു അവനും. ഒരു ചാറ്റൽ മഴ പോലെ തുടങ്ങിയ അവന്റെ പ്രണയം താണ്ഡവമാകാൻ പിന്നെ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. തലോടിയും ചുംബിച്ചും നുണഞ്ഞും കൊഞ്ചിച്ചും മഹി അവന്റെ രുദ്രയെ ഗാഠമായി പ്രണയിച്ചു. ഏതോ ഒരു നിമിഷം അവനാൽ നൽകിയ വേദനയിൽ അവളിൽ നിന്നും ഒരു ആർത്തനാദം പുറത്തേക്ക് വന്നതും അവളിൽ ആഞ്ഞു ചലിച്ചുകൊണ്ടിരുന്നവന്റെ ചലനം ഒരു നിമിഷം നിന്നു. പെണ്ണിന്റെ വേദന കണ്ട് നിൽക്കാൻ വയ്യ എന്ന പോലെ പിൻവാങ്ങാൻ തുടങ്ങിയവനെ വേദനയോടെ ചുവന്ന കണ്ണുകളാൽ അവൾ തന്നിലേക്ക് അമർത്തി പിടിച്ചു. എനിക്ക് മഹിയേട്ടന്റെ മാത്രം രുദ്രയാവണം. അത്രയും ആഗ്രഹത്തോടെ അവൾ പറഞ്ഞതും മഹി തന്റെ ഉള്ളിലെ എല്ലാ പ്രണയവും അവൾക്ക് നൽകുന്ന പോലെ പെണ്ണിനെ ചേർത്തു പിടിച്ചു. ഏതോ ഒരു നിമിഷം അവളുടെ വേദന മാറിയ നേരം വെട്ടിവിറച്ചുകൊണ്ട് മഹി അവളുടെ ദേഹത്തേക്ക് തന്നെ മുഖം പൂഴ്ത്തി. ഇരുവരും ഒരുപോലെ സന്തോഷിച്ചൊരു നിമിഷം. രാത്രിയുടെ ഏതോ യാമത്തിൽ മഹി അവളെ നെഞ്ചിന് മുകളിലേക്ക് കയറ്റിക്കിടത്തി ഒന്നമർത്തി കെട്ടിപ്പിടിച്ചു. അവന്റെ ആ പിടുത്തത്തിൽ പെണ്ണ് തല ഉയർത്തി അവനെ നോക്കി. അത്രയും ക്ഷീണിച്ച സ്വരത്തിൽ അവൾ പുരികം പൊക്കി. ശരിക്കും കൃഷിക്കാരന്റെ പെണ്ണായതിൽ നിനക്ക് സങ്കടമൊന്നുമില്ലല്ലോ അല്ലേ? അത് കേട്ടതും പെണ്ണ് അവനെ കൂർപ്പിച്ചെന്ന് നോക്കി. തൊട്ടടുത്ത നിമിഷം അവൻ അവളുമായി മറിഞ്ഞു. അല്ല, ഇനി ഉണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. നീയേ ഈ ജീവിതകാലം മൊത്തം ഈ കൃഷിക്കാരന്റെ പെണ്ണു മാത്രമാണ്. പറയുന്നതിന്റെ ഒപ്പം അടുത്തൊരു പ്രണയമഴ നനയാൻ എന്ന പോലെ അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ചിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്ത എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ. നന്ദി.